നമസ്കാരം 9 മണി വാർത്തയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം നമുക്ക് വളരെ വേഗത്തിൽ ഇന്നത്തെ പ്രധാന വാർത്തകൾ നോക്കാം. ശബരിമല സ്വർണ്ണക്കടത്തിൽ SITക്ക് വിദേശ വ്യവസായി നൽകിയ മൊഴിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ശബരിമലയിലെ ഉരുപ്പടികളുടെ ഇടപാട് നടന്നത് തിരുവനന്തപുരത്ത്. ഇടപാടിനായി ഡി മണി ആദ്യം സമീപിച്ചത് തന്നെയെന്ന് വ്യവസായിയുടെ മൊഴി. ഉരുപ്പടി ഡി മണി വഴി വിദേശത്തേക്ക് കടത്തിയെന്ന് സംശയമുണ്ടെന്നാണ് മൊഴി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവച്ചത് തിരിച്ചടിയായെന്ന് CPM BJP ധാരണ എന്ന UDF പ്രചാരണത്തിന് ഒരളവ് വരെ വിശ്വാസ്യത കിട്ടി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പത്മകുമാറിനെതിരെ നടപടിയെടുക്കാത്തത് തെറ്റിദ്ധാരണ ഉണ്ടാക്കിയെന്നും സംസ്ഥാന സമിതിയിൽ വിമർശനം. CPM സംസ്ഥാന സമിതി യോഗം ഇന്ന് അവസാനിക്കും. പരാജയം മറികടക്കാനും ജനവിശ്വാസം തിരിച്ചുപിടിക്കാനുമുള്ള തിരുത്തൽ നടപടികൾ CPM പ്രഖ്യാപിക്കും. വിയൂരിൽ നിന്ന് രക്ഷപ്പെട്ട കൊടും ക്രിമിനൽ ബാലമുരുകൻ പിടിയിൽ. ട്രിച്ചിയിൽ നിന്നാണ് പോലീസ് ഇയാളെ പിടിച്ചത്. പ്രതിയെ തെങ്കാശി കോടതിയിൽ ഹാജരാക്കി. നവംബർ 3-നാണ് ബാലമുരുകൻ തമിഴ്നാട് പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടത്. കർണാടക ഹുസൂരിൽ തോക്ക് ചൂണ്ടി ജ്വല്ലറിയിൽ നിന്നും കോടികളുടെ വജ്രം കവർന്നു. കൊള്ളസംഘം പാണത്തൂർ വഴി കാസർഗോഡ് ജില്ലയിലേക്ക് കടന്നതായി സംശയം. കാഞ്ഞങ്ങാട് ഉൾപ്പെടെ ജില്ലയിൽ പോലീസ് കനത്ത ജാഗ്രതയും നിരീക്ഷണവും തുടരുന്നു. വാഹനങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാന് നഷ്ടമുണ്ടായെന്ന് ആദ്യമായി സമ്മതിച്ച് പാകിസ്ഥാൻ. നൂർഖാൻ വ്യോമത്താവളത്തിൽ ഇന്ത്യ ഡ്രോൺ ആക്രമണം നടത്തിയെന്ന് സ്ഥിരീകരിച്ച് പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഇഷാഖ് ധാർ. റഷ്യ യുക്രൈൻ യുദ്ധം ഉടൻ അവസാനിപ്പിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ്. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി നടന്ന ചർച്ചയിൽ മികച്ച പുരോഗതി കൈവരിക്കാനായെന്നും ട്രംപ്. ചർച്ചയ്ക്ക് മുൻപ് വ്ളാദിമിർ പുടിനുമായി ട്രംപ് 2 മണിക്കൂറോളം ഫോണിൽ സംസാരിച്ചു. മെക്സിക്കോയിൽ പാസഞ്ചർ ട്രെയിൻ പാളം തെറ്റി. അപകടത്തിൽ 13 പേർ മരിച്ചു. 100-ലധികം പേർക്ക് പരിക്കേറ്റു. 5 പേരുടെ നില ഗുരുതരമെന്ന വിവരം. ചീവേലിക്കും നിസാണ്ടയ്ക്കുമിടയിലാണ് അപകടമുണ്ടായത്. 9 ജീവനക്കാർ ഉൾപ്പെടെ ട്രെയിനിൽ 250 പേർ ഉണ്ടായിരുന്നുവെന്ന് അധികൃതർ പറഞ്ഞു. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് കടന്നാൽ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചത് തിരിച്ചടിയായെന്ന് CPM സംസ്ഥാന സമിതിയിൽ രൂക്ഷ വിമർശനം. CPM BJP ധാരണ എന്ന UDF പ്രചാരണത്തിന് ഒരളവ് വരെ വിശ്വാസ്യത കിട്ടി. ഇതിനു കാരണം PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചതാണെന്ന് സംസ്ഥാന സമിതി അംഗങ്ങൾ കുറ്റപ്പെടുത്തി. ശബരിമല സംഭവത്തിൽ പത്മകുമാറിനെതിരെ നടപടി എടുക്കാത്തത് തെറ്റിദ്ധാരണ ഉണ്ടാക്കിയെന്നും വിമർശനമുയർന്നു. അറസ്റ്റിലായിട്ടും നടപടി എടുക്കാതിരുന്നത് എതിരാളികൾ വൻതോതിൽ പ്രചരിപ്പിച്ചു. ഇത് സമൂഹത്തിൽ സംശയത്തിന് ഇടയാക്കി. ഇടത് സർക്കാർ അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത് വേറെ നിലയിൽ വ്യാഖ്യാനിക്കപ്പെട്ടു. പിന്നീട് പുറത്തുവന്ന സ്വർണ്ണക്കൊള്ളയും വ്യാഖ്യാനങ്ങൾക്ക് ആക്കം കൂട്ടി. തെരഞ്ഞെടുപ്പിൽ ആലസ്യം വിനയായെന്നും അംഗങ്ങൾ അഭിപ്രായപ്പെട്ടു. സർക്കാർ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചോട് ജയമുറപ്പിച്ചായിരുന്നു പ്രവർത്തകർ ഇത്തരത്തിൽ മുന്നോട്ട് പോയത്. ഇത് പ്രവർത്തകരെ ഒരു തലം വരെ അലസരാക്കിയെന്നും വിമർശനമുണ്ട്. VV അരുൺ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരാണ്. അരുണ്, ഈ പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ടായിരുന്നു ശബരിമല വിഷയം ഏഷ്യൂ എന്ന കാര്യത്തിൽ. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയാണ് ഈ വിഷയത്തിൽ അതിശക്തമായ നിലപാട് സ്വീകരിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ പാർട്ടി തന്നെ സമ്മതിക്കുന്ന ഒരു പശ്ചാത്തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് എങ്ങനെയാണ്? സെക്രട്ടേറിയറ്റിലും സംസ്ഥാന സമിതിയിലും ഭൂരിഭാഗം പേരും ഈ അഭിപ്രായക്കാരായിരുന്നോ? CPM-ന്റെ ഒരു ഔദ്യോഗിക തീരുമാനമായി ഇപ്പോഴും നമുക്കിത് പറയാൻ കഴിയില്ല. കാരണം അത് സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്ന് അവസാന ശേഷം വാർത്താ സമ്മേളനം നടത്തി സംസ്ഥാന സെക്രട്ടറിയാണ് പ്രഖ്യാപിക്കേണ്ടത്. പക്ഷേ രൂക്ഷ വിമർശനം ഇക്കാര്യത്തിൽ ഉയർന്നു വന്നു എന്നതാണ് വസ്തുത. അത് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി മാത്രമല്ല, ശബരിമല സ്വർണ്ണക്കൊള്ള തിരിച്ചടിയായെന്ന വിലയിരുത്തലും ചർച്ചയും വിമർശനവുമെല്ലാം ഏതാണ്ട് എല്ലാ ജില്ലാ കമ്മിറ്റികളിലും ഉണ്ടായി. അതിന്റെ ആഘാതം തിരിച്ചറിയാൻ കഴിയാതെ പോയി എന്നാണ് പറഞ്ഞത്. പ്രത്യേകിച്ചും പത്മകുമാറിനെതിരെ എന്തുകൊണ്ട് നടപടിയെടുത്തില്ല എന്ന ചോദ്യം, ഹൈക്കോടതി ഇടപെട്ടില്ലെങ്കിൽ ഈ കേസ് ഇങ്ങനെ വരുമായിരുന്ന ചോദ്യമൊക്കെ പലപ്പോഴും ജനങ്ങളിൽ നിന്ന് നേരിടേണ്ടി വന്നു. അക്കാര്യമാണ് നേതാക്കൾ കമ്മിറ്റികളിൽ ചൂണ്ടിക്കാട്ടിയത്. അതാണ് ഇന്ന് ഈ സംസ്ഥാന സമിതി പ്രധാനമായും ഉയർന്നു വന്നത്. മറ്റു കാര്യം PMC ആണ്. PMC
തിരുത്തിയെങ്കിലും തെറ്റുപറ്റിയെന്ന് CPM ഒരു ഘട്ടത്തിലും പറഞ്ഞിരുന്നില്ല. പക്ഷേ PMC തെറ്റായി പോയി എന്ന് തന്നെ ദുഷ്ട വിമർശനം സംസ്ഥാന സമിതിയിൽ ഉയർന്നു വന്നു. PMC തെരഞ്ഞെടുപ്പിലടക്കം തിരിച്ചടിയായിട്ടുണ്ട്. PMC പദ്ധതിയിൽ ഒപ്പുവെച്ചത് തിരിച്ചടിയായി. CPM BJP ധാരണ എല്ലാത്തിലും ഉണ്ട് എന്നാണ് കോൺഗ്രസിന്റെ UDF-ന്റെ ആരോപണം. അത് ശരിവെക്കുന്ന തരത്തിലേക്ക്, ആ പ്രചരണത്തിന് തെളിവ് ആയി മാറുന്ന തരത്തിലേക്ക് ഈ PMC മാറി എന്ന വിമർശനമാണ് ഉയർന്നു വന്നത്. പദ്ധതിയിൽ ഒപ്പുവെച്ചത് സംസ്ഥാന സമിതി അറിയാതെയായിരുന്നു, സംസ്ഥാന നേതൃത്വം അറിയാതെയായിരുന്നു പദ്ധതിയിൽ ഒപ്പുവെച്ചത്. ഈ ഒപ്പുവെച്ചതോടുകൂടി ഇത്തരമൊരു ധാരണയുണ്ട് എന്ന ഒരു UDF പ്രചരണത്തിന് ആക്കം കൂട്ടി, അതിലെ വിശ്വാസ്യത ഉണ്ടായി എന്നാണ് സംസ്ഥാന സമിതിയിൽ ഉയർന്ന അഭിപ്രായം. പത്മകുമാറിന്റെ നടപടിയെടുക്കാത്തതും തെറ്റിദ്ധാരണ ഉണ്ടാക്കിയ അഭിപ്രായം ഉയർന്നു. പത്മകുമാർ ജയിലിലായ ശേഷവും അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനമെടുത്തില്ല. കുറ്റപത്രം വരുന്നവരെ കാത്തിരിക്കാനാണ് സംസ്ഥാന നേതൃത്വം പറഞ്ഞത്. അതെന്തിനായിരുന്നു ചോദ്യമാണ് ഉയർന്നു വന്നത്. സമൂഹത്തിൽ സംശയത്തിനിടയാക്കി എന്ന അഭിപ്രായമാണ് സംസ്ഥാന സമിതിയിൽ ഭൂരിഭാഗം അംഗങ്ങളും പറഞ്ഞത്. അയ്യപ്പ സംഗമം നേരത്തെ സ്പീക്കർ സ്വാഗതം ചെയ്തതാണ്. പക്ഷേ അയ്യപ്പ സംഗമത്തിനെതിരെയും വിമർശനമുണ്ടായി. ഇടത് സർക്കാർ അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുമ്പോൾ അത് തെറ്റായ തലത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടു എന്നാണ്. അതിന്റെ ഉദ്ദേശം നല്ലതായിരുന്നെങ്കിൽ പോലും തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടു. പിന്നീട് സ്വർണ്ണക്കൊള്ള കൂടി പുറത്തു വന്നപ്പോൾ ഈ വ്യാഖ്യാനങ്ങൾക്ക് ആക്കം കൂട്ടി അത് ശരി എന്ന തരത്തിലേക്ക് ആളുകൾ ചിന്തിക്കാൻ തുടങ്ങി. അതും തിരിച്ചടിയായെന്ന അഭിപ്രായം ഉയർന്നു. ആലസ്യത്തിൽ ആയിരുന്നു പ്രവർത്തകർ. വലിയ ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചതോടുകൂടി ജനം കൂട്ടത്തോടെ എത്തി വോട്ട് ചെയ്യുമെന്ന ഉറപ്പിച്ച മട്ടിലായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണം. അങ്ങനെ ആയിരുന്നില്ല. അത് പ്രഖ്യാപനം തന്നെ പ്രവർത്തകരെ അലസനാക്കി ജയിക്കുമെന്ന് അമിത ആത്മവിശ്വാസം ഉണ്ടാക്കി. അതുകൊണ്ടുകൂടിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ തിരിച്ചടി ഉണ്ടായി. സർക്കാർ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും തിരിച്ചടി ഉണ്ടാകാൻ കാരണമെന്ന അഭിപ്രായമാണ് സംസ്ഥാന സമിതി യോഗത്തിൽ ഉയർന്നു വന്നത്. സംസ്ഥാന സമിതി യോഗം ഇന്ന് അവസാനിക്കും. അതിനുശേഷം CPM സംസ്ഥാന സമിതി ഉയർന്നു വന്ന അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് CPM-ന്റെ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട് തയ്യാറാക്കി വീണ്ടും കീഴ്ഘടകങ്ങളിലേക്ക് അയക്കും. ആ രീതിയിലാകും CPM-ന്റെ സംഘടനാ രീതി. ഏതായാലും ശബരിമല സ്വർണ്ണക്കുള്ള തിരിച്ചടിയായെന്ന് അതിനൊരു കാരണമായെന്ന് മുഖ്യമന്ത്രി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ആ ഒരു നിഗമനത്തിലേക്ക്, ആ ഒരു നിലപാടിലേക്ക് CPM സംസ്ഥാന നേതൃത്വം സംസ്ഥാന സമിതി യോഗത്തിന് ശേഷം എത്തിച്ചേരുമോ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബിജിത്ത്, അങ്ങനെ ഔദ്യോഗികമായ ഒരു അഭിപ്രായം അത് വാർത്താ സമ്മേളനം ഉണ്ടാകും ഒരുപക്ഷെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ, അതിലേക്ക് കാര്യങ്ങൾ വന്നേക്കാം. ഒപ്പം തെറ്റുതിരുത്തൽ നടപടികളിലേക്ക് വേഗത്തിൽ കടക്കാനുള്ള ഒരു നീക്കം കൂടി ഉണ്ടല്ലോ. അതിൻ്റെ പ്രാരംഭഘട്ടമായി സർക്കാരിനെതിരെ, കേന്ദ്ര സർക്കാരിനെതിരെ ഉള്ള ഒരു യാത്ര, അവർക്കെതിരെയുള്ള പ്രചരണവുമായി ഒരു യാത്രയടക്കമാണ്, കേരള യാത്രയടക്കമാണ് പദ്ധതിയിട്ടിരിക്കുന്നത്. ജാഥ ക്യാപ്റ്റൻ ആരായിരിക്കും, അതിൻ്റെ മറ്റ് വിശദാംശങ്ങൾ എന്തായിരിക്കും, അത്തരം വിവരങ്ങൾ എന്തെങ്കിലും ഉണ്ടോ അരുൺ? നേരത്തെ തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് തിരിച്ചടിയിൽ ഈ BJP ഡീൽ എന്ന ആരോപണം ശക്തമായിരുന്നു. അതിനുശേഷം മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കാര്യങ്ങൾ കൃത്യമായി കേട്ടതാണ്. സംഘപരിവാറിനെ കടന്നാക്രമിച്ചുകൊണ്ട്, കേന്ദ്രത്തെ കടന്നാക്രമിച്ചുകൊണ്ടാണ് ആ ഒരു വാർത്താ സമ്മേളനം മുഖ്യമന്ത്രി നടത്തിയത്. അതിൽ തന്നെ കാര്യങ്ങളുടെ കൃത്യമായ സൂചന ഉണ്ടായിരുന്നു. ന്യൂനപക്ഷങ്ങൾ അകന്നുപോകാൻ കൂടിയാണ് PMC അടക്കമുള്ള വിഷയങ്ങൾ അതിന് ആക്കം കൂട്ടിയത്. സംസ്ഥാന സമിതിയിൽ അഭിപ്രായം കൂടി വരുമ്പോൾ കേന്ദ്രത്തിനെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു CPM. അതാണ് സംസ്ഥാന സമിതി യോഗത്തിനിടയ്ക്ക് ഇടതുമുന്നണി യോഗം ഇന്നലെ ഉച്ചയ്ക്ക് വിളിച്ചു ചേർത്ത് ഈ കേന്ദ്രവിരുദ്ധ പ്രക്ഷോഭ പരിപാടികളുടെ കാര്യം തീരുമാനിച്ചത്. മുഖ്യമന്ത്രി കൂടി പങ്കെടുത്തുകൊണ്ടുള്ള ഒരു പ്രതിഷേധ പരിപാടിയാണ് തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്നത്. അതിനു പുറമെ ജനങ്ങളുടെ വിശ്വാസ്യത വീണ്ടെടുക്കാൻ വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ് ബാക്കിയുള്ളത്. നേരിട്ട് നേതാക്കൾ തന്നെ, മുന്നണിയുടെ പ്രധാനപ്പെട്ട 3 നേതാക്കൾ, CPM-ന്റെയും CPI-യുടെയും കേരള കോൺഗ്രസ് എമ്മിന്റെയും സംസ്ഥാന അധ്യക്ഷന്മാർ, സെക്രട്ടറിമാർ അല്ലെങ്കിൽ പ്രസിഡന്റുമാരാകും. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സെക്രട്ടറിമാരും അതുപോലെ തന്നെ കേരള കോൺഗ്രസ് എമ്മിന്റെ ചെയർമാൻ ജോസ് കെ മാണിയുമാകും ഈ യാത്ര നയിക്കാനുള്ള സാധ്യത. ആ രീതിയിലാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. സംസ്ഥാനത്തെ 3 മേഖലകളായി തിരിച്ചുകൊണ്ട് യാത്ര നടത്തും. ജനങ്ങളോട് പറയേണ്ട കാര്യങ്ങൾ പറയും. എല്ലാ തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ യാത്രകൾ നടത്താറുണ്ട്. അതിന് സമാനമായി ഇത് മുന്നണി തന്നെ ഏറ്റെടുത്തുകൊണ്ട് ആ ഒരു യാത്രയാണ് CPM ഇപ്പോൾ ആലോചിക്കുന്നത്. വളരെ ചുരുങ്ങിയ സമയം മാത്രമേ സർക്കാരിനും മുന്നണിക്കും മുൻപാകെയുള്ളൂ. ജനങ്ങളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണം. ശബരിമലയിൽ ബോധപൂർവമായ വീഴ്ച വന്നിട്ടില്ല എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാനുള്ള നടപടികൾ വേണം. ന്യൂനപക്ഷങ്ങൾ അകന്നു പോകുമ്പോഴും അവർക്ക് ആശങ്ക ഉണ്ടാകുമ്പോഴും അത് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണം. ഇതിനെല്ലാം വേണ്ടിയാകും യാത്ര നടത്തുക. അതിനൊപ്പം തന്നെയാണ് കേന്ദ്രവിരുദ്ധ പ്രക്ഷോഭവും. വലിയ രീതിയിൽ സാമ്പത്തികമായി കേന്ദ്രം ബുദ്ധിമുട്ടിക്കുന്നു എന്നത് ജനങ്ങളോട് പറയും. എന്നിട്ടും ക്ഷേമപെൻഷൻ അടക്കം അവർ വെട്ടാൻ ശ്രമിക്കുന്നു. അതിന്റെ പങ്ക് പോലും നൽകാതിരിക്കാൻ നോക്കുന്നു. അതിനിടയിലും പിടിച്ചു നിർത്താൻ സർക്കാർ ശ്രമമെന്ന് ജനങ്ങളെ അറിയിക്കാൻ ശ്രമിക്കും. അതിന്റെ ഭാഗമായാണ് ഈ യാത്രകളിലേക്ക് ഇടതുമുന്നണി കടക്കുന്നത്. തീർച്ചയായും അത്തരത്തിലാണ് സാഹചര്യം. ഏതായാലും ഇടതുമുന്നണി തന്നെ വലിയ അഭിപ്രായം CPM-ൽ തന്നെ പ്രദേശ തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നു. ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ വിമർശനം ഉണ്ടാകുന്നു. ഒപ്പം സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പാർട്ടിയിലെ നേതാക്കന്മാരുടെ പങ്കിനെക്കുറിച്ചുള്ള വിശദീകരണം അത് കൃത്യമായി പാർട്ടിക്ക് ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ല എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി കാണുന്നുണ്ട്. പ്രദേശ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ CPI-യുടെ സംസ്ഥാന നേതൃയോഗങ്ങൾ ഇന്ന് മുതൽ രാവിലെ സംസ്ഥാന സെക്രട്ടേറിയറ്റും ഉച്ചയ്ക്ക് ശേഷം സംസ്ഥാന എക്സിക്യൂട്ടീവും ചേരും.
ജില്ലകളിൽ നിന്നുള്ള റിപ്പോർട്ട് അടിസ്ഥാനമാക്കിയായിരിക്കും സംസ്ഥാന നേതൃത്വം ഫലം വിലയിരുത്തുക. ഭരണവിരുദ്ധ വികാരമുണ്ടെന്നും ശബരിമല സ്വർണ്ണക്കൊള്ള തിരിച്ചടിയായെന്നുമാണ് CPI ജില്ലാ കൗൺസിൽ യോഗങ്ങളിൽ ഉയർന്ന അഭിപ്രായം. വാക്സാമർത്ഥ്യം കൊണ്ട് കണക്കുകൾ നിരത്തി പരാജയം മറച്ചുവെക്കില്ലെന്ന് സംസ്ഥാന നേതൃത്വവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ CPI സംസ്ഥാന കൗൺസിലും ചേരും. പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ ചൊല്ലി കോൺഗ്രസിൽ തർക്കം രൂക്ഷമായതിനെ തുടർന്ന് മാറ്റിവെച്ച പുല്ലൂർ പെരിയ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കും. കഴിഞ്ഞ ദിവസം നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് യോഗത്തിൽ കോൺഗ്രസ് അംഗങ്ങളും ഒരു BJP അംഗവും പങ്കെടുത്തില്ല. തുടർന്ന് യോഗം മാറ്റിവെക്കുകയായിരുന്നു. 19 അംഗ പഞ്ചായത്തിൽ ഇരു മുന്നണികൾക്കും 9 വീതം സീറ്റുണ്ട്. ഒരു സീറ്റ് BJPക്കാണ്. BJP അംഗം ആരെയും പിന്തുണച്ചില്ലെങ്കിൽ നറുക്കെടുപ്പിലൂടെ ആയിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കേണ്ടിയിരുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പ് സമയത്തും പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ ചൊല്ലി കോൺഗ്രസിൽ തർക്കം രൂക്ഷമായി തുടരുകയായിരുന്നു. തുടർന്നാണ് കോൺഗ്രസ് അംഗങ്ങൾ യോഗത്തിൽ പങ്കെടുക്കാതിരുന്നത്. കോൺഗ്രസിലെ ഉഷ N. നായരെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ഒരു വിഭാഗം വാദിച്ചു. അതേസമയം കാർത്തിയായനിയുടെ പേര് മറുവിഭാഗം കോൺഗ്രസ് ഉന്നയിച്ചു. ഇതോടെയാണ് തർക്കം ആരംഭിച്ചത്. മറ്റു വാർത്തയിലേക്ക് പോകണം. ശബരിമല സ്വർണ്ണക്കടത്തിൽ SITക്ക് വിദേശ വ്യവസായി നൽകിയ മൊഴിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ശബരിമലയിലെ ഉരുപ്പടികളുടെ ഇടപാട് നടന്നത് തിരുവനന്തപുരത്ത് വെച്ചാണ്. ഇടപാടിനായി D. മണി ആദ്യം സമീപിച്ചത് തന്നെയെന്നാണ് വ്യവസായിയുടെ മൊഴി. ഉരുപ്പടികൾ D. മണി വഴി വിദേശത്തേക്ക് കടത്തിയ സംശയമുണ്ടെന്നാണ് മൊഴി. D. മണിയുടെ ഫോൺ നമ്പർ നൽകിയത് വിദേശ വ്യവസായിയാണ് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ VV വിനോദ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ശരിയാണ്. വിനോദ്, ഈ D. മണി ഈ SITക്കുള്ള ആശയക്കുഴപ്പം ഇയാളുടെ മൊഴികളിലെ അവ്യക്തതയാണ്. അതായത് ഇയാളിലേക്ക് കാര്യങ്ങൾ കൃത്യമായി എത്തിക്കാനുള്ള തെളിവുകൾ കിട്ടാത്തതാണ്. അതേതാണ്ട് പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ് SIT എന്ന് മനസ്സിലാകുന്നു. ആ ശ്രമം എത്രത്തോളം വിജയം കണ്ടിട്ടുണ്ട് ഇതിനകം? രഞ്ജിത്ത്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം D. മണി എന്ന നിലയിൽ SIT ആദ്യം ഡിണ്ടിഗൽ സ്വദേശിയുടെ അടുത്ത് എത്തുകയും കാര്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തിരുന്നു. എന്നാൽ താൻ D. മണി അല്ല എന്ന കാര്യമാണ് ഈ ഡിണ്ടിഗൽ സ്വദേശിയായ തമിഴ്നാട് വ്യവസായി പറഞ്ഞത്. പക്ഷേ നേരത്തെ SITക്ക് മൊഴി നൽകിയ മലയാളിയായ വ്യവസായിയുണ്ട്. അദ്ദേഹം ഇപ്പോൾ ഉറപ്പിക്കുകയാണ് ഇയാൾ തന്നെയാണ് D. മണി. നേരത്തെ ചില വിവരങ്ങൾ വന്നത് ഡയമണ്ട് മണി എന്നതാണ് ഈ ചുരുക്കപ്പേരായി D. മണി എന്ന് അറിയപ്പെടുന്നത്. അങ്ങനെയല്ല, ദാവൂദ് മണി എന്നാണ് ഇയാൾ ഈ ലോഹ ഇടപാടുകൾ നടത്തുന്ന ആളുകൾക്കിടയിൽ അറിയപ്പെടുന്നതെന്ന പുതിയ വിവരമാണ് വരുന്നത്. മാത്രമല്ല, ഈ ശബരിമലയിലെ ഉരുപ്പടികൾ നേരത്തെ ഈ പഞ്ചലോക വിഗ്രഹങ്ങൾ സംസ്ഥാനത്ത് നിന്ന് പുറത്തേക്ക് പോയി എന്ന വിവരങ്ങൾ വന്നിരുന്നു. പക്ഷേ അങ്ങനെ ശബരിമലയിൽ നിന്നുള്ളത് പഞ്ചലോക വിഗ്രഹങ്ങളല്ല. നമ്മൾ നേരത്തെ ഈ കേസിൻ്റെ തുടക്കത്തിലൊക്കെ ഉള്ളതുപോലെ തന്നെ ഈ പാളികളും മറ്റ് അമൂല്യ വസ്തുക്കളും ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്. ഇതിൻ്റെ ഒരു ഇടപാടിന് വേണ്ടി തന്നെയാണ് ആദ്യം സമീപിച്ചതെന്ന് SITക്ക് മൊഴി നൽകിയ മലയാളിയായ വ്യവസായി പറയുന്നു. എന്നാൽ അതിൽ താൻ താല്പര്യം കാണിച്ചില്ല. തുടർന്ന് D. മണി തിരുവനന്തപുരം കേന്ദ്രീകരിച്ചാണ് ഇതിൻ്റെ ഇടപാട് നടത്തിയത്. ഈ ഉരുപ്പടികൾ കൈമാറിയത് തിരുവനന്തപുരത്താണെന്ന ചില വിവരങ്ങൾ കൂടി മൊഴിയുടെ ഭാഗമായി പുറത്തു വരുന്നുണ്ട്. ഏതായിരുന്നാലും ഈ മലയാളിയായ വ്യവസായി ഈ കേസിലേക്ക് എത്തുന്നത് തന്നെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ്. ഇങ്ങനെ ഒരു വ്യവസായിക്ക് ഈ ഇടപാടുകളെക്കുറിച്ചുള്ള വിവരമുണ്ട് എന്ന് SIT അറിയിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മലയാളിയായ വ്യവസായിയിൽ നിന്ന് SIT മൊഴി രേഖപ്പെടുത്തിയതും പിന്നീട് ഡിണ്ടിഗലിലെ തമിഴ്നാട് വ്യവസായിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നതും. ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ ഫോൺ നമ്പർ കൈമാറിയത്, D. മണിയുടെ ഫോൺ നമ്പർ കൈമാറിയത് മലയാളിയായ വ്യവസായിയാണ്. ഈ ഫോൺ നമ്പർ കേന്ദ്രീകരിച്ചാണ് SIT സംഘം അന്വേഷണം നടത്തിയത്. അങ്ങനെയാണ് ഡിണ്ടിഗലിലെത്തുന്നതും കൃത്യമായി ഈ ആളിനെ ട്രേസ് ചെയ്യുകയും കണ്ടെത്തുകയും ചെയ്തു. എന്നാൽ മറ്റൊരു മണിയുണ്ട് എന്ന കാര്യമാണ് SITക്ക് മുന്നിലെത്തിയ ആൾ പറഞ്ഞത്. മാത്രമല്ല, അയാളുടെ ഫോൺ സിം താൻ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ടാണ് തെറ്റിദ്ധരിച്ച് അന്വേഷണ സംഘം തന്നിലേക്ക് എത്തിയതെന്ന ഒരു മൊഴിയാണ് ഇപ്പോൾ ഈ കണ്ടെത്തിയിട്ടുള്ള തമിഴ്നാട് വ്യവസായി പറയുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഇയാൾ അവിടെ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ പറഞ്ഞത് ഈ അന്വേഷണത്തിൻ്റെ പേരിൽ തന്നെ വേട്ടയാടാനാണ് ശ്രമമെങ്കിൽ ജീവനൊടുക്കും എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഇത് ഒളിച്ചുകളിയാണ് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. മാത്രമല്ല, നമ്മൾ തമിഴ്നാട്ടിലെ പ്രതിനിധികളുമായി ബന്ധപ്പെടുമ്പോൾ ഇയാൾ തന്നെയാണ് D. മണി എന്ന വിവരമാണ് ലഭിക്കുന്നത്. അവർക്കും മറ്റേതെങ്കിലും ഒരാൾ ഉള്ളതിനെക്കുറിച്ച് ഇതുവരെ വിവരമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ ബാലമുരുകൻ എന്ന D. മണി ഇയാൾ തന്നെയാണ് എന്ന വിവരം പുറത്തു വരുന്നുണ്ട്. ബാലസുബ്രഹ്മണ്യൻ, ബാലമുരുകൻ, ഇങ്ങനെയൊക്കെ പല പേരുകൾ പറയുന്നുണ്ട്. ഏതായിരുന്നാലും MS മണിയാണ് താൻ എന്ന് ഇയാൾ വിശദീകരിക്കുമ്പോഴും D. മണി തന്നെയാണ് ഇയാളെന്ന കാര്യമാണ് ഇപ്പോൾ മലയാളിയായ വ്യവസായി സ്ഥിരീകരിക്കുന്നത്. 4നോ 5നോ എത്താനാണ് നേരത്തെ SIT നിർദ്ദേശിച്ചിരുന്നതെങ്കിലും അടുത്ത ദിവസം ചോദ്യം ചെയ്യലിന് ഒരുപക്ഷെ തിരുവനന്തപുരത്ത് എത്തിയേക്കും. ഇത് സംബന്ധിച്ച് SIT ഇയാൾക്ക്
സന്ദേശം കൈമാറിയെന്ന സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഡി മണി നാളെ തിരുവനന്തപുരത്ത് എത്തുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. മാത്രമല്ല ഇതിൽ മറ്റൊരു കാര്യമുള്ളത്, ഇയാൾക്ക് കാലതാമസം ലഭിച്ചാൽ, അതായത് ഹാജരാകുന്നതിനുൾപ്പെടെ കാലതാമസം ഉണ്ടായാൽ ഈ കേസിൽ തെളിവ് നശിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും. മാത്രമല്ല ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റ് കണ്ണികൾ ഒളിവിൽ പോകുന്നതിനും ഒരുപക്ഷെ രാജ്യം വിടുന്നതിനുമൊക്കെയുള്ള സാധ്യതയുണ്ട്. ഈ ഒരു സാഹചര്യം കൂടി തിരിച്ചറിഞ്ഞുകൊണ്ടാകണം SIT വളരെ പെട്ടെന്ന് തന്നെ ഇയാളെ ചോദ്യം ചെയ്യാനുള്ള. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി ഉണ്ടല്ലോ വിനോ, അതായത് ഈ SITയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം കോടതി അഭിപ്രായപ്പെട്ടത് ഉന്നതങ്ങളിലേക്ക് അന്വേഷണം പോകുന്നില്ല, മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങളെ ചോദ്യം ചെയ്യുന്നില്ല, മറ്റ് തലങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല. ഇവിടെ ഇപ്പോൾ ഈ ഡി മണിയിലും ഇതിൻ്റെ വിദേശ ബന്ധത്തിലും കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു അന്വേഷണമാണല്ലോ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ട്. മറ്റ് ആളുകളിലേക്ക്, ഈ സ്വർണ്ണക്കടത്തിൻ്റെ യഥാർത്ഥ മറ്റ് വസ്തുതകളിലേക്കൊന്നും കടക്കാതെ പോകുന്നതിനെ അതെങ്ങനെ കോടതിയിൽ സാധൂകരിക്കാനാകും SITയുടെ ശ്രമം? കാരണം രമേശ് ചെന്നിത്തല നടത്തിയ ഒരു വെളിപ്പെടുത്തലാണ്, അതിൻ്റെ ഭാഗമായാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. രമേശ് ചെന്നിത്തലയുമായി ബന്ധപ്പെട്ട വ്യവസായി ചില കാര്യങ്ങൾ മൊഴിയായി നൽകുന്നു. അതിനനുസരിച്ചുള്ള അന്വേഷണം പോകുമ്പോൾ ഇതിൻ്റെ മറ്റു തലങ്ങൾ പൂർണ്ണമായും ഇപ്പോൾ ഏതാണ്ട് സ്റ്റോപ്പ് ചെയ്തൊരവസ്ഥ കൂടി ഉണ്ടല്ലോ. രഞ്ജിത്ത്, ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പലവിധ പ്രതിസന്ധികൾ അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ട്. ഒന്ന്, ഈ ഡി മണി എന്ന ആളിനെ കണ്ടെത്തുകയും എന്നാൽ ഇയാൾ പറയുന്നു താനല്ല ഡി മണി എന്ന് പറയുന്നു, മറ്റൊരാളാണ്, അയാളുടെ സിമ്മാണ് തൻ്റെ കൈവശമുള്ളതെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ അയാളെ കസ്റ്റഡിയിലെടുത്ത് പിന്നീട് ചോദ്യം ചെയ്യുന്നതിനോ ഒരുപക്ഷെ അയാളാണെങ്കിൽ അത് സ്ഥിരീകരിച്ച് അറസ്റ്റ് പോലുള്ള നടപടികളിലേക്ക് പോകുന്നതിനോ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ല. എന്ന് മാത്രമല്ല അയാൾ ഡിണ്ടിഗലിൽ തുടരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഒരുപക്ഷെ ഇയാളാണ് യഥാർത്ഥ ആളെങ്കിൽ അങ്ങനെ അയാളെ തുടരാൻ വിടുന്നത് ഈ കേസിന് ഗുണം ചെയ്യുന്ന ഒരു കാര്യമല്ല. പ്രത്യേകിച്ച് വലിയ ഉന്നത ബന്ധങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ അന്താരാഷ്ട്ര വിഗ്രഹക്കടത്ത് സംഘത്തിൻ്റെ ഒരു നെറ്റ്വർക്കാണ് ഇതിൽ പ്രവർത്തിക്കുന്നതെങ്കിൽ സ്വാഭാവികമായും അവർ തെളിവുകൾ നശിപ്പിക്കുന്നതിനും മറ്റ് കാര്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുന്നതിനും അല്ലെങ്കിൽ ഇവിടെ നിന്ന് രാജ്യം വിടുന്നതിനുമൊക്കെയുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കും. അത് ഈ കേസിന് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഏതായിരുന്നാലും അടുത്ത ദിവസം തന്നെ ഇയാൾ ചോദ്യം ചെയ്യലിന് തിരുവനന്തപുരത്ത് എത്തിയേക്കും. അതിനുവേണ്ടിയുള്ള നടപടികൾ SIT സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അയാൾ വരുമോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു കാര്യം. താനല്ല ഡി മണി എന്ന നിലപാടിൽ അയാൾ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. കേരള പോലീസിനെ സംബന്ധിച്ച് ഇത് പരിമിതിയുണ്ട്. കാരണം അന്താരാഷ്ട്ര ബന്ധമുള്ള കാര്യമാണെങ്കിൽ ഒരുപക്ഷെ ഒരു പരിധിക്കപ്പുറത്തേക്ക് അന്വേഷണം കൊണ്ടുപോകുന്നതിനുള്ള നിയമപരമായ ബുദ്ധിമുട്ടുകളാണ്, അല്ലെങ്കിൽ അധികാരത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ്. അവിടെയാണ് കേന്ദ്ര ഏജൻസികളുടെ കൂടുതൽ ഇടപെടൽ. ED ഇതിനകം തന്നെ ഈ കേസിൽ വന്നിട്ടുണ്ട്. കൊല്ലം വിജിലൻസ് കോടതി അവിടെ അപേക്ഷ സമർപ്പിക്കുകയും ഈ കേസുമായി ബന്ധപ്പെട്ട രേഖകൾ അവർ വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇനി CBI ഈ കേസിൽ വരണം എന്നതാണ് ഒരാവശ്യമായി ഉയർന്നു വരുന്നത്. ഇത് സംബന്ധിച്ച് BJP സംസ്ഥാന ഘടകം ഈ ആവശ്യം ഉന്നയിച്ച് മുന്നോട്ട് വരികയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നടപടികൾ അവർ ആരംഭിച്ചിട്ടുമുണ്ട്. ഏതായിരുന്നാലും ഈ കേസിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണമായിരിക്കും വരാൻ പോകുന്നത് എന്നത് ഉറപ്പാണ്. മറ്റൊരു കാര്യം, മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങളായ 2 പേർ അവരുടെ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചിട്ടെങ്കിലും അവർ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും തന്നെ ഹാജരായിരുന്നില്ല. മുൻകൂർ ജാമ്യാപേക്ഷ അവരും കൊല്ലം വിജിലൻസ് കോടതിയിൽ നൽകിയിട്ടുണ്ട്. ഈ ജാമ്യാപേക്ഷയിൽ തീർപ്പുണ്ടായ ശേഷം അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് എത്താമെന്ന ഒരു തീരുമാനത്തിലാണ് ഈ ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ ചോദ്യം ചെയ്യലും മുന്നോട്ട് പോകുന്നില്ല, അല്ലെങ്കിൽ ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ പറ്റുന്നില്ല. ഒരു വശത്ത് കോൺഗ്രസിൻ്റെയും BJPയുടെയൊക്കെ രാഷ്ട്രീയമായ ആരോപണങ്ങൾ ഉയർന്നു വരുന്നുമുണ്ട്. കാരണം 2 ADGPമാർ ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്ന നിലയുണ്ടായി. BJP നേരത്തെ പറഞ്ഞതുപോലെ തന്നെ CBI അന്വേഷണം ആവശ്യപ്പെട്ട് അവർ മുന്നോട്ട് പോകുന്നു. ഇതിനൊക്കെ അപ്പുറത്ത് ഇത് സർക്കാരിൻ്റെ മാത്രം നിയന്ത്രണത്തിൽ നിൽക്കുന്ന ഒരു അന്വേഷണമല്ല, ഹൈക്കോടതിയുടെ നിരീക്ഷണമുണ്ട്. ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ് ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല കഴിഞ്ഞ തവണ ഈ കേസ് പരിഗണിച്ചപ്പോൾ ഹൈക്കോടതി നിശിതമായി SIT വിമർശിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് വൻ സ്രാവുകളിലേക്ക് ഈ അന്വേഷണം പോകുന്നില്ല എന്നൊരു ചോദ്യമാണ്. സാഹചര്യം ഏതായാലും വിദേശ വ്യവസായിയുടെ മൊഴിയുടെ കൂടുതൽ വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഈ ഡി മണിയുമായുള്ള ബന്ധം, അത് ഈ സ്വർണ്ണക്കടത്തിന് ഇയാളുടെ പങ്കാളിത്തം, അത് തെളിയിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് SIT എന്ന് വേണം മനസ്സിലാക്കാൻ. മറ്റൊരു വാർത്തയിലേക്ക്, വിയൂരിൽ നിന്ന് രക്ഷപ്പെട്ട കൊടും ക്രിമിനൽ ബാലമുരുകൻ പിടിയിൽ. ട്രിച്ചിയിൽ നിന്നാണ് പോലീസ് ഇയാളെ പിടിച്ചത്. പ്രതിയെ തെങ്കാശി കോടതിയിൽ ഹാജരാക്കി. നവംബർ 3-നാണ് ബാലമുരുകൻ തമിഴ്നാട് പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടത്. 5 കൊലക്കേസ് ഉൾപ്പെടെ 53 കേസുകളിലെ പ്രതിയാണ് ബാലമുരുകൻ.
കർണാടക ഹൊൻസൂരിൽ തോക്ക് ചൂണ്ടി ജുവലറിയിൽ നിന്നും കോടികളുടെ വജ്രം കവർന്നു. കൊള്ളസംഘം പാണത്തൂർ വഴി കാസർഗോഡ് ജില്ലയിലേക്ക് കടന്നായാണ് സംശയം. കാഞ്ഞങ്ങാട് ഉൾപ്പെടെ ജില്ലയിൽ പോലീസ് കനത്ത ജാഗ്രതയും നിരീക്ഷണവും തുടരുകയാണ്. വാഹനങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുന്നുണ്ട്. മടിക്കരി നഗരത്തിലുള്ള സ്കൈ ജുവലറിയിലാണ് തോക്കുമായി എത്തിയ സംഘം കവർച്ച നടത്തിയത്. 10 കിലോ സ്വർണം കവർന്നു എന്നാണ് ഇപ്പോൾ വജ്രം കവർന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാന് നഷ്ടമുണ്ടായെന്ന് ആദ്യമായി സമ്മതിച്ച ആ രാജ്യം. നൂർഖാൻ വ്യോമത്താവളത്തിൽ ഇന്ത്യ ഡ്രോൺ ആക്രമണം നടത്തിയെന്ന് സ്ഥിരീകരിച്ച് പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഇഷാദ് ധാർ. ആക്രമണത്തിലെ സൈനിക കേന്ദ്രത്തിന് കേടുപാടുകൾ സംഭവിക്കുകയും താവളത്തിലുണ്ടായിരുന്ന സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തെന്ന് വർഷാവസാന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കവേ ഇഷാദ് ധാർ വ്യക്തമാക്കി. ഏതായാലും ആദ്യമായാണ് ഇത്തരത്തിലൊരു ഔദ്യോഗികമായ ഒരു കുറ്റസമ്മതം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏതാണ്ട് 80ഓളം ഡ്രോണുകൾ പാകിസ്ഥാനിൽ നേരെ ഇന്ത്യ വിക്ഷേപിച്ചു. പക്ഷേ അതിൽ 79ഓളം എണ്ണം തകർക്കാനായി എന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോഴും ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട ആക്രമണത്തെ കുറ്റപ്പെടുത്താനും പാക് വിദേശകാര്യമന്ത്രി മറന്നില്ല. മെക്സിക്കോയിൽ പാസഞ്ചർ തീവണ്ടി പാളം തെറ്റി അപകടത്തിൽ 13 പേർ മരിച്ചു. 100-ലധികം പേർക്ക് പരിക്കേറ്റു. 5 പേരുടെ നില ഗുരുതരമാണെന്നാണ് വിവരം. ചിവേലിക്കും നിസാണ്ടയ്ക്കും ഇടയിലാണ് ഈ അപകടം ഉണ്ടായത്. 9 ജീവനക്കാർ ഉൾപ്പെടെ ട്രെയിനിൽ 250 പേർ ഉണ്ടായിരുന്നുവെന്ന് അധികൃതർ അറിയിച്ചു. Afortunadamente y gracias a Dios, nosotros veníamos en el último vagón, toda mi familia está bien, pero muchísima gente, estamos tratando de sacar gente. ബംഗ്ലാദേശിൽ അടുത്തിടെ നടന്ന വർഗീയ ആക്രമണത്തെ ഭയാനകമെന്ന് വിശേഷിപ്പിച്ച് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ്. സംഭവങ്ങളെ അമേരിക്ക അപലപിച്ചു. തൊഴിലാളിയായ ഹിന്ദുമത വിശ്വാസി ദീപു ചന്ദ്രദാസിന്റെ ആൾക്കൂട്ട കൊലപാതകത്തെയും അപലപിച്ചു. മതപരമായ വിദ്വേഷത്തിനെതിരെ വ്യക്തമായ നിലപാട് സ്വീകരിക്കാൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആവശ്യപ്പെട്ടു. മ്യാൻമറിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പ് സ്വതന്ത്രവും നീതിയുക്തവുമല്ലെന്ന് ഐക്യരാഷ്ട്രസഭയും മനുഷ്യാവകാശ സംഘടനകളും പ്രതിപക്ഷ പാർട്ടികളും. 2021 നടന്ന അട്ടിമറിയിലൂടെ മ്യാൻമറിലെ സൈന്യം നൊബേൽ സമ്മാന ജേതാവ് ഓങ് സാൻ സൂക്കിയുടെ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അട്ടിമറിച്ചതിന് ശേഷം നടന്ന ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് ഇന്നലെയാണ് ഉണ്ടായത്. പ്രാരംഭഘട്ട വോട്ടിംഗിന് ശേഷം ജനുവരി 11-നും 25-നും 2 റൗണ്ട് വോട്ടെടുപ്പ് നടക്കും. അതേസമയം 65 ടൗൺഷിപ്പുകളിൽ മൊത്തത്തിൽ വോട്ടെടുപ്പ് റദ്ദാക്കിയിരുന്നു. 2020-ൽ നാഷണൽ ലീഗ് ഫോർ ഡെമോക്രസി കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചതിന് ശേഷം സൈന്യം പുറത്താക്കിയ ഓങ് സാൻ സൂക്കി ഇപ്പോഴും തടങ്കലിലാണ്. സൂക്കിയുടെ പാർട്ടിയും പിരിച്ചുവിട്ടിരിക്കുന്നു. റഷ്യ യുക്രൈൻ യുദ്ധം ഉടൻ അവസാനിപ്പിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ്. യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയുമായി നടന്ന ചർച്ചയിൽ മികച്ച പുരോഗതി കൈവരിക്കാനായെന്നും ട്രംപ് പറഞ്ഞു. ഫ്ലോറിഡയിൽ സെലൻസ്കിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംയുക്ത വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. Our meeting was excellent. We covered, somebody would say 95%, I don't know what percent, but we have made a lot of progress on ending that war, which is really certainly the most deadly war since World War II, probably the biggest war since World War II. And I want to thank Steve Witkoff, who's here, and I'd like to thank Jared, who's here someplace. Thank you, Jared. Thank you, Steve. What a great job you've done. Maybe you want to say a few words, and then we'll speak over the next couple of weeks. We'll speak probably quite a bit, but we'll speak tomorrow. Thank you very much. Appreciate it. Thank you so much, Mr. President. Thank you. Thank you for everything. Dear colleagues, first of all, I would like to thank President Trump for a great meeting at this amazing place in his home in Mar-a-Lago. And we had a really great discussions on all the topics, and we appreciate the progress that was made by American and Ukrainian teams in these recent weeks. Special thanks to Steve Witkoff and Jared Kushner, and thank you for their engagement and full commitment, and also to our team. ചർച്ചയ്ക്ക് മുൻപ് വ്ളാദിമിർ പുടിനുമായി ട്രംപ് 2 മണിക്കൂറോളം ഫോണിൽ സംസാരിച്ചു. MG മിഥുൻ വിവരങ്ങളുമായി ചേരുകയാണ്. മിഥുന്, യുദ്ധം ഉടൻ അവസാനിപ്പിക്കുമെന്നാണ് ട്രംപിന്റെ അവകാശവാദം. വീണ്ടും 20ഓളം സമാധാന നിർദ്ദേശങ്ങളുണ്ട്. നമുക്കറിയാം, അതിൽ ഏതാണ്ട് ഭൂരിഭാഗത്തിലും ധാരണയായിട്ടുണ്ടോ?
രഞ്ജിത്ത്, വമ്പൻ പ്രഖ്യാപനങ്ങളൊന്നുമില്ല, പക്ഷേ സമാധാനം ഉടൻ തന്നെ പുലരുമെന്നുള്ള രീതിയിലുള്ള ചില സൂചനകളാണ് ട്രംപ് നൽകുകയും ചെയ്യുന്നത്. ഈ വ്ളാഡിമിർ സെലൻസ്കിയുമായി നടത്തിയ ഈ ഒരു കൂടിക്കാഴ്ചയിൽ, ഈ ഒരു ചർച്ചയിൽ ഏകദേശം 90% കാര്യങ്ങളിൽ ട്രംപ് മുന്നോട്ട് വെച്ച 20 ദിന പദ്ധതികളിൽ 90% കാര്യങ്ങളിൽ സെലൻസ്കി സമ്മതം മൂളിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ട്രംപ് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ചില കാര്യങ്ങൾ, 1-2 കാര്യങ്ങളിൽ മാത്രമാണ് ഇനി ധാരണയാവേണ്ടിയിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് റഷ്യ പിടിച്ചെടുത്ത സ്ഥലങ്ങൾ അത് വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് നടക്കേണ്ടിയിരിക്കുന്നത്. അക്കാര്യത്തിൽ ഉടൻ തന്നെ ഒരു തീരുമാനമാകും. അതിലുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇനി ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് ട്രംപ് പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത്. ഇതിനു മുന്നോടിയായി നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെ കീവിനെ ലക്ഷ്യമാക്കി റഷ്യയുടെ ഭാഗത്തു നിന്ന് കനത്ത ആക്രമണം ഉണ്ടായിരുന്നു. വലിയ രീതിയിൽ ആക്രമണത്തിൽ നാശനഷ്ടങ്ങളും ഒപ്പം തന്നെ ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഈ ഒരു ചർച്ചയ്ക്ക് മുന്നോടിയായി ഉണ്ടായിരുന്നു. ഈ ആശങ്കകളൊക്കെ ഈ കൂടിക്കാഴ്ചയിൽ ഉടനീളം സെലൻസ്കി വ്യക്തമാക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരുന്നു ഇന്നലെ ഈ ചർച്ച ആരംഭിക്കുന്നതിന് മുമ്പ് ഏകദേശം 2 മണിക്കൂറോളം വ്ളാഡിമിർ പുടിനുമായും ട്രംപ് ഫോണിലൂടെ സംസാരിക്കുകയും ചെയ്ത് ആ സംഭാഷണത്തിലും ഒരു സമാധാനത്തിലേക്ക് നീങ്ങുന്ന തരത്തിലുള്ള ചില ശുഭാപ്തി വിശ്വാസങ്ങൾ ട്രംപ് പ്രകടിപ്പിക്കുന്നുണ്ട്. അത്തരത്തിലൊരു ധാരണയിലേക്ക് ഉടൻ എത്താനാകുമെന്നുള്ള രീതിയിൽ പുടിനും സമ്മതം മൂളിയിട്ടുണ്ട് എന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് വരികയും ചെയ്യുന്നത്. ബുഡാപെസ്റ്റ് അടക്കമുള്ള പ്രധാനപ്പെട്ട നഗരങ്ങൾ അത് വിട്ടു നൽകണമെന്നുള്ള ആവശ്യത്തിൽ ഇപ്പോഴും സെലൻസ്കി ഉറച്ചു നിൽക്കുന്നുണ്ട്. പക്ഷേ അതിലൊരു വിട്ടുവീഴ്ച ചെയ്യാൻ ചിലപ്പോൾ സെലൻസ്കി തയ്യാറാക്കുമെന്നുള്ള സൂചനകൾ തന്നെയാണ് ഈ ഒരു സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ഇരുവരുടെയും പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ജനുവരിയിൽ വീണ്ടും ഒരു ചർച്ചയ്ക്കുള്ള സ്കോപ്പ് അതിനൊരു വഴി തുറന്നിട്ടുകൊണ്ട് തന്നെയാണ് ഈ ചർച്ച അവസാനിപ്പിക്കുകയും ചെയ്തത്. സെലൻസ്കിയുമായി വീണ്ടും ട്രംപ് കൂടിക്കാഴ്ച നടത്തും, ചർച്ച നടത്തും. ഒപ്പം തന്നെ വ്ളാഡിമിർ പുടിനെ നേരത്തെ തന്നെ ആ ഒരു രീതിയിലുള്ള ചില അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അതായത് ഒരു ത്രികക്ഷി ചർച്ചയ്ക്ക് വഴിയൊരുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകണമെന്നുള്ളത് തന്നെയായിരുന്നു. അതിൽ ആദ്യഘട്ടങ്ങളിലൊക്കെ ഒരു ശുഭസൂചനകൾ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും അത് പിന്നീട് താളം തെറ്റുകയും ഒപ്പം തന്നെ ആ ചർച്ചകൾ വഴിപൊട്ടി പോവുകയും ചെയ്തതാണ് നമ്മൾ കണ്ടത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ സെലൻസ്കിയും പുടിനെയും ഒപ്പം തന്നെ ട്രംപും ഒരുമിച്ചിരുന്നുള്ള ഒരു ത്രികക്ഷി കൂടിയാലോചനകൾ, ഒരു ചർച്ചയ്ക്ക് സ്കോപ്പുണ്ട് എന്ന തരത്തിലുള്ള ചില വിവരങ്ങൾ കൂടി ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഏതായാലും പുടിൻ നേരത്തെ വ്യക്തമാക്കിയതുപോലെ തന്നെ അവർ എന്തിനാണോ ഈ ഒരു യുദ്ധം തുടങ്ങിയത് അത് ആ നേട്ടം അവർക്ക് സ്വന്തമാകുന്നത് വരെ ഇതിൽ നിന്ന് പിന്നോട്ടില്ല എന്ന രീതിയിൽ നിലപാടിൽ ഉറച്ചു തന്നെ റഷ്യ നിലനിൽക്കുമ്പോൾ പോലും തന്നെ ഏകദേശം 4 വർഷത്തോളം അരക്കുന്നു. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം കണ്ട ഏറ്റവും വലിയ ഒരു മാരകമായ യുദ്ധമായി തന്നെയാണ് ഇതിനെ ഡൊണാൾഡ് ട്രംപ് കണക്കാക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഉടൻ അവസാനിപ്പിക്കണം, അതിനുവേണ്ടി ഏത് ശ്രമവും തൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നും അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നതെന്ന് പറയുകയും ചെയ്യുന്നു. എന്തായാലും ഇനി ജനുവരിയിലാണ് അടുത്ത കൂടിക്കാഴ്ച, അടുത്ത ചർച്ചകൾ നടക്കുന്നത്. അതിൽ പുടിൻ അക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നത്. ഒപ്പം ഈ ആക്രമണം, ഈ ചർച്ചകൾക്കൊക്കെ തൊട്ട് മുൻപ് തന്നെ മിഥുന് നമ്മൾ കണ്ടതാണ് റഷ്യയുടെ യുക്രൈനിലേക്കുള്ള, കീവിലേക്ക് മറ്റുമുള്ള ആക്രമണം, വലിയ ആക്രമണം നടത്തി. അവിടുത്തെ നിരവധി സ്ഥലങ്ങളിൽ വലിയ നാശനഷ്ടം സംഭവിക്കുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടായി. ഒരു ഭാഗത്ത് ഈ ട്രംപ് ഇങ്ങനെ സമാധാന ശ്രമങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴും ഈ പുടിൻ എത്രത്തോളം ഇത് വഴങ്ങുമെന്നുള്ളതാണ്. പുടിന് പല ആവശ്യങ്ങളുണ്ട്. പല സ്ഥലങ്ങൾ, യുക്രൈൻ്റെ പല സ്ഥലങ്ങൾ വിട്ടുകൊടുക്കണം, അവിടുത്തെ എന്താണ് ഈ നാറ്റോയിലടക്കം അംഗത്വത്തിനായി ശ്രമിക്കാൻ പാടില്ല ഈ കുറഞ്ഞ 20 വർഷത്തേക്കെങ്കിലും. അങ്ങനെ ഒരിക്കലും സെലൻസ്കിക്ക് അംഗീകരിക്കാൻ പറ്റാത്ത നിരവധി ആവശ്യങ്ങൾ പുടിനുണ്ട്. തീർച്ചയായും അത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് തന്നെയാണ്, അതായത് ഇപ്പോൾ പുടിനെ ചൊടിപ്പിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ചില ഒരു പ്രതികരണങ്ങൾ റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതായത് യൂറോപ്യൻ യൂണിയനും സെലൻസ്കിയും ചേർന്നുകൊണ്ട് ഈ ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുള്ള 20 ദിന പദ്ധതിയെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ഒരു ആരോപണം ഇത്തരത്തിൽ പുടിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് കീവിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് വലിയ രീതിയിലുള്ള ആക്രമണം. നമുക്ക് ഈ ഒരു ചർച്ചയുടെ ഒക്കെ ഭാഗമായി കുറച്ച് ആക്രമണങ്ങളൊക്കെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ പൊടുന്നനെ വീണ്ടും അതിശക്തമായ രീതിയിൽ ഡ്രോണുകൾ ഉപയോഗിക്കുന്നു, ഒപ്പം തന്നെ മിസൈലുകൾ കീവിനെ ലക്ഷ്യമാക്കി പായുന്നു. വ്യോമപ്രതിരോധ സംവിധാനങ്ങളൊക്കെ അതിനെ ഒരു പരിധിവരെ തടയാൻ ശ്രമിച്ചുവെങ്കിൽ പോലും തന്നെ വലിയ നാശനഷ്ടങ്ങൾ കീവിനെ സംബന്ധിച്ച് ഉണ്ടാവുകയും ചെയ്തു. നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ പ്രധാനപ്പെട്ട നഗരങ്ങൾ, തന്ത്രപ്രധാനമായ ചില പ്രദേശങ്ങൾ ഇത്തരത്തിൽ യുക്രൈൻ്റെ ഇപ്പോൾ റഷ്യയുടെ ഭാഗമായിട്ടുണ്ട്. അവിടെയൊക്കെ റഷ്യൻ സൈന്യം അത് പിടിച്ചടക്കുകയും അവിടുന്ന് ആളുകളെ ഒഴിപ്പിക്കുന്നതൊക്കെ നമ്മൾ കാണുകയും ചെയ്തതാണ്. ഇതിൽ നിന്ന് ഇവർ പിന്നോട്ട് പോകണം, റഷ്യൻ സൈന്യം പിന്നോട്ട് പോകണം, ഒപ്പം തന്നെ നാറ്റോ അംഗത്വം
സ്വീകരിക്കരുത് എന്ന് പറയുന്ന ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകില്ല എന്ന രീതിയിൽ ചില പ്രതികരണങ്ങൾ യൂറോപ്യൻ യൂണിയൻ നേതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെ വരികയും ചെയ്തു. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയായിരുന്നു ഇങ്ങനെ ഒരു നീക്കം റഷ്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തത്. എന്തായാലും ഈ ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുള്ള 20 ദിന പദ്ധതിയിൽ ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നില്ല. അതായത് റഷ്യ പിടിച്ചടക്കിയിട്ടുള്ള ഈ പ്രദേശങ്ങൾ തിരികെ യുക്രൈന് നൽകണമെന്നുള്ള ആവശ്യം ഈ 20 ദിന പദ്ധതിയിൽ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു ആരോപണങ്ങൾ ശക്തമാവുകയും ചെയ്തത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും റഷ്യയുടെ ഭാഗത്തുനിന്നൊരു കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ളതാണ് നമുക്ക് ഈ ചർച്ചകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും റഷ്യയുടെ അനുകൂലമായി ഈ കാര്യങ്ങൾ വരുമെന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. MG മിസിലാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്ക് മറ്റു വാർത്തകളുമായി തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. രാജേഷ് ഗൌഡയാണ് മരിച്ചത്. 10 പേർക്ക് പരിക്കുപറ്റി. ശബരിമല തീർത്ഥാടകർക്ക് കണമലയിൽ അന്നദാനം നടത്തി വന്ന സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. ശബരിമല നടയടച്ചതോടെ ഇവർ ഉല്ലാസയാത്ര പോയിരുന്നു. മടങ്ങി വരുന്ന വഴിയാണ് അപകടമുണ്ടായത്. തിരുവനന്തപുരം വെഞ്ഞാറമൂട് നിയന്ത്രണം വിട്ട മിനി ബസ് മറിഞ്ഞ് 7 പേർക്ക് പരിക്ക്. തക്കല സ്വദേശികളായ സൗമ്യ, ഗിരിജ, മഹാദേവൻ, വിജയ, ഹൃദീഷ്, ഷൈനി, നന്ദു എന്നിവർക്കാണ് പരിക്ക്. ഇതിൽ സൗമ്യ, ഗിരിജ എന്നിവരുടെ നില ഗുരുതരമാണ്. സംസ്ഥാനപാതയിൽ വെഞ്ഞാറമൂട് ആലന്തറയിൽ ഇന്നലെ രാത്രി 11:30 മണിയോടെയായിരുന്നു അപകടം. തക്കല നിന്നും ഗുരുവായൂരിലേക്ക് പോവുകയായിരുന്ന മിനി ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവറും ക്ലീനറും ഉൾപ്പെടെ 11 പേരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. പരിക്കേറ്റവരെ നാഗർകോവിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബൈക്ക് യാത്രികനെ ഇടിക്കാതിരിക്കാൻ ശ്രമിക്കുന്നതിനിടെ ആയിരുന്നു അപകടം. മലപ്പുറം ചങ്ങരംകുളത്ത് കല്ല് തൊണ്ടയിൽ കുടുങ്ങി 1 വയസ്സുകാരൻ മരിച്ചു. പള്ളിക്കര തെക്കുമുറി സ്വദേശി മഹറൂഫിന്റെ മകൻ അസ്ലം നൂഹാണ് മരിച്ചത്. വീട്ടുമുറ്റത്ത് കളിക്കുകയായിരുന്ന കുട്ടി അബദ്ധത്തിൽ മണ്ണ് വായിൽ ഇടുകയായിരുന്നു. സംസ്കാരം പള്ളിക്കര ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. മലപ്പുറം മരുതയിൽ മർദ്ദനത്തിൽ പരിക്കേറ്റ യുവാവ് മരിച്ചു. സുരേഷ് എന്ന യുവാവാണ് മരിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് മണ്ണിച്ചീനി സ്വദേശി അനീഷിനെ വഴിക്കടവ് പോലീസ് അറസ്റ്റ് ചെയ്തു. ഡിസംബർ 17-നാണ് സുരേഷിന് അടിയേറ്റത്. വ്യക്തിപരമായ തർക്കമാണ് കാരണം. പരിക്കേറ്റ സുരേഷ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രിയാണ് മരിച്ചത്. വിമാനത്തിൽ ഓരോ രാജ്യങ്ങളിലേക്ക് എത്തുന്ന കുടുംബം, പിന്നെ കയ്യിൽ കരുതിയിട്ടുള്ള സൈക്കിളിൽ ആ നാട്ടിൽ ചുറ്റി സഞ്ചാരം. നെതർലൻഡ്സിൽ നിന്നുള്ള കുടുംബം ഇതുവരെ യാത്ര ചെയ്ത് 40ഓളം രാജ്യങ്ങളിൽ. ഇപ്പോൾ അവർ സഞ്ചരിക്കുന്നത് ഇടുക്കിയിൽ. നെതർലാൻഡ് സ്വദേശികളായ മാക്സ്, ഭാര്യ സൂസൻ, മകൻ സാം എന്നിവരാണ് സൈക്കിളിൽ ലോകം ചുറ്റുന്നത്. പോകുന്ന രാജ്യങ്ങളിലെല്ലാം ഇവർ സൈക്കിളും കൊണ്ടുപോകും. അവിടങ്ങളിലെ പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം കറക്കം ഈ സൈക്കിളുകളിലാണ്. രണ്ട് സൈക്കിളുകളിൽ ഒന്നിൻ്റെ പിറകിലായി കുട്ടിക്ക് വേണ്ടി പ്രത്യേക സീറ്റ് ഘടിപ്പിച്ചിട്ടുണ്ട്. സൈക്കിളിൻ്റെ മുന്നിലിരുന്ന് യാത്ര ചെയ്യുന്ന കുട്ടി ഉറങ്ങാൻ നേരമാകുമ്പോൾ പിന്നിലെ സീറ്റിലേക്ക് മാറ്റും. 40ഓളം രാജ്യങ്ങൾ ഇവർ സന്ദർശിച്ചു. എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു കഴിഞ്ഞാൽ ഇവർ ഒപ്പം കരുതിയിരിക്കുന്ന സൈക്കിളുകളിലായാണ് തുടർന്നുള്ള യാത്രകൾ നടത്തുന്നത്. Hi, I'm Max. I'm from the Netherlands and I came to India for cycling and my experience so far is amazing. The people in Kerala are beautiful people. They are so kind, helpful. They greet along the way. They tell me 1,000 times Happy Christmas. And cycling here makes us really happy. So we're happy to be here. And yeah, it's a beautiful experience. ഒരാഴ്ച മുൻപ് കൊച്ചിയിലെത്തിയ ഇവർ ചെറായി, തൃശൂർ, അതിരപ്പള്ളി എന്നിവിടങ്ങളിൽ യാത്ര ചെയ്ത് കഴിഞ്ഞ ദിവസമാണ് തട്ടേക്കാട്ടെത്തിയത്. ഇവിടെ പക്ഷി നിരീക്ഷണമെല്ലാം കഴിഞ്ഞ് വൈകിട്ടോടെ മൂന്നാറിലേക്ക് യാത്ര തുടങ്ങി. അധ്യാപന IT മേഖലകളിൽ ജോലി ചെയ്യുന്ന ഇവർ ഏതാനും ദിവസങ്ങൾ കൂടി കേരളത്തിൽ തങ്ങിയ ശേഷം ജന്മനാട്ടിലേക്ക് തിരിച്ചു പോകും. നമ്മുടെ നെതർലൻഡ്സിൽ നിന്ന് നമ്മുടെ തട്ടേക്കാട് പക്ഷി സങ്കേതം കാണുവാനായിട്ട് നമ്മുടെ മാക്സ്, അദ്ദേഹത്തിൻ്റെ വൈഫ് സൂസൻ
ഒരു മകനുണ്ട് സാം. അവർ ഇന്നലെയാണ് തട്ടേക്കാട് സാഞ്ചുറിയിൽ എത്തിയത്. ഇവർ സഞ്ചരിക്കുന്നത് ഒരു പ്രത്യേകതയുള്ള കാര്യമാണ്. നമുക്ക് കേരളത്തിലെ എല്ലാ യങ് ജനറേഷനും, പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ യുവാക്കൾക്കൊരു പ്രചോദനമാകുന്ന രീതിയിൽ സൈക്കിളിലാണ് അവരുടെ സഞ്ചാരം. ഏകദേശം എനിക്ക് തോന്നുന്നത് 40 രാജ്യങ്ങളിലായിട്ട് ഇവർ സഞ്ചരിച്ചു കഴിഞ്ഞു. 40 രാജ്യങ്ങളിൽ സൈക്കിളിൽ മാത്രമാണ് അവർ സഞ്ചരിക്കുന്നത്. ഇദ്ദേഹം ഒരു ടീച്ചറാണ്. ഇദ്ദേഹം ജോലി ചെയ്യുന്ന സ്കൂളിലേക്ക് 20 കിലോമീറ്റർ ഉണ്ട്. അത് 1 മണിക്കൂർ സൈക്കിൾ ചവിട്ടി തിരിച്ച് വീട്ടിലേക്ക് വരുന്നത് സൈക്കിളിലാണ്. സൈക്കിളിൽ മാത്രം യാത്ര ചെയ്യുന്ന ഒരു കുടുംബം. കേരളം അതിസുന്ദരമായ പ്രദേശമാണെന്നും ഇവിടുത്തെ ഭക്ഷണം വളരെ ഇഷ്ടമായെന്നും മാക്സ് പറയുന്നു. ന്യൂസ് 18 ഇടുക്കി. കേരളത്തിന്റെ അധികാര ചരിത്രത്തിൽ വിപ്ലവകരമായ ഒരു മാറ്റത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് വയനാട്. നൂറ്റാണ്ടുകളോളം പാർശ്വവൽക്കരിക്കപ്പെട്ട പണിയ വിഭാഗത്തിൽ നിന്നും ഇന്ത്യയിൽ ആദ്യമായി ഒരു വ്യക്തി നഗരസഭാ അധ്യക്ഷ പദവിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. കൽപ്പറ്റ നഗരസഭയുടെ അമരക്കാരനായി പി വിശ്വനാഥൻ ചുമതലയേൽക്കുമ്പോൾ അത് സാമൂഹ്യനീതിയുടെ പുതിയൊരു നാഴികക്കല്ലാവുകയാണ്. പ്രതിസന്ധികളെ അതിജീവിച്ച് രാഷ്ട്രീയത്തിന്റെ മുൻനിരയിലേക്ക് അദ്ദേഹം നടത്തിയ യാത്രയെക്കുറിച്ചുള്ള പ്രത്യേക റിപ്പോർട്ട് കാണാം. അടിമത്തത്തിൻ്റെ കറുത്ത പാടുകൾ മായ്ച്ചുകൊണ്ട് അധികാരത്തിൻ്റെ പുതിയ ചരിത്രം സൃഷ്ടിക്കുകയാണ് കൽപ്പറ്റ നഗരസഭാ പിതാവ് പി വിശ്വനാഥൻ. പാർശ്വവൽക്കരിക്കപ്പെട്ട ആദിവാസി പണിയ വിഭാഗങ്ങളിൽ നിന്ന് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ നഗരസഭാ പിതാവായി അദ്ദേഹം ചാർജ് എടുത്തു കഴിഞ്ഞു. അതിജീവനത്തിൻ്റെ അടയാളമായി മാറിയ ആ വിശേഷങ്ങളിലേക്ക്. വയനാടിൻ്റെ മണ്ണിൽ കാലങ്ങളായി അധ്വാനിക്കുകയും എന്നാൽ അധികാരത്തിൻ്റെ അകത്തളങ്ങളിൽ നിന്നും എന്നും മാറ്റി നിർത്തപ്പെടുകയും ചെയ്ത ഒരു ജനതയുടെ അതിജീവനത്തിൻ്റെ കഥയാണിത്. പരിമിതികളുടെയും അവഗണനകളുടെയും കയ്പുനീർ കുടിച്ചു വന്ന പണിയ വിഭാഗത്തിന്റെ ഇടയിൽ നിന്നാണ് പി വിശ്വനാഥൻ എന്ന നേതാവ് ഉയർന്നു വരുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി പണിയെടുക്കാൻ വിധിക്കപ്പെട്ടവർ എന്ന് മുദ്രകുത്തപ്പെട്ട ഒരു സമൂഹത്തിൽ നിന്നും നഗരത്തിന്റെ ഭരണാധികാരി എന്ന നിലയിലേക്കുള്ള അദ്ദേഹത്തിന്റെ ദൂരം ഒട്ടേറെ പോരാട്ടങ്ങൾ നിറഞ്ഞതാണ്. കൽപ്പറ്റ നഗരത്തിലെ എടഗുനി ഡിവിഷനിൽ നിന്നും ജനവിധി തേടി നഗരസഭയുടെ അധ്യക്ഷ പദവിയിൽ എത്തുമ്പോഴും വിശ്വനാഥന്റെ ജീവിതത്തിന് വലിയ മാറ്റങ്ങളൊന്നുമില്ല. പൊട്ടിപ്പൊളിഞ്ഞ ഒരു കൊച്ചു വീടിന്റെ മൺചുമരുകൾക്കുള്ളിൽ നിന്നുമാണ് അദ്ദേഹം തന്റെ രാഷ്ട്രീയ സ്വപ്നങ്ങൾക്കും ഭരണ ദൗത്യങ്ങൾക്കും നിറം പകരുന്നത്. തന്റെ ജനതയുടെ വേദനകൾ നേരിട്ടറിഞ്ഞ ആ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് വിശ്വനാഥൻ സംസാരിക്കുന്നു. ഇതാണ് എൻ്റെ വീട്. അച്ഛനും അമ്മയും ഭാര്യയും 2 മക്കളും കുട്ടികളടക്കം പെങ്ങളും താമസിക്കുന്നുണ്ട്. വളരെ പാർശ്വവൽക്കരിക്കപ്പെട്ട കുടുംബാംഗങ്ങളാണ്, വിഭാഗമാണ്. അതുകൊണ്ട് തന്നെ അതൊരു ഞങ്ങൾക്കൊരു ഫീലായി തോന്നിയിട്ടില്ല. കാരണം ഇവിടെ ഈ കുരുന്തൻ ഉന്നതി എന്നാണ് ഈ ഉന്നതിയുടെ പേര് തന്നെ. ഞങ്ങൾക്ക് ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഈ വയനാട്ടിലുള്ള കൽപ്പറ്റ മുനിസിപ്പാലിറ്റിക്കകത്തുള്ള ഒരുപാട് കുടുംബങ്ങൾക്കുണ്ട്. അതിനൊക്കെ ഒരു മോചനം വരണം എന്നതാണ് എൻ്റെ സ്വപ്നം. എന്ത് പ്രശ്നമുണ്ടായാലും ജാതിയോ മതമോ നോക്കാതെ ജനങ്ങളിലേക്ക് ഓടിയെത്തുന്ന രാഷ്ട്രീയ പ്രവർത്തകരെ കണ്ടാണ് വിശ്വനാഥന് ഈ മേഖലയിലേക്ക് വരാൻ താല്പര്യം തോന്നിയത്. സാധാരണക്കാരന്റെ വേദനകൾക്ക് പരിഹാരം കാണാൻ അധികാരം ഒരു വഴിയാണെന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം തന്റെ രാഷ്ട്രീയ ലക്ഷ്യം വ്യക്തമാക്കുന്നു. ജാതിമത ഭേദമന്യേ എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുമെന്നും പിന്നോക്ക വിഭാഗങ്ങളെ സ്വയം പര്യാപ്തരാക്കുമെന്നുമാണ് വിശ്വനാഥന്റെ പക്ഷം. എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് കൽപ്പറ്റയുടെ മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനായി നിൽക്കുന്ന ഈ ഒരു സമയത്ത് ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കാതെ എല്ലാ ജനവിഭാഗങ്ങൾക്കും ഏറ്റവും വലിയൊരു വികസന നേട്ടം ഉണ്ടാക്കിയെടുക്കുക എന്നതാണ്. അതോടൊപ്പം തന്നെ എന്നെപ്പോലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരുപാട് കുടുംബാംഗങ്ങൾ കൽപ്പറ്റ മുനിസിപ്പാലിറ്റിക്കകത്ത് തിങ്ങിപ്പാർക്കുന്നുണ്ട്. 2-3 കുടുംബാംഗങ്ങളായിട്ടൊക്കെ ഒരു വീടിനകത്ത് തിങ്ങിപ്പാർക്കുന്നുണ്ട്. അവരുടെയൊക്കെ വീടും അതുപോലെ തന്നെ ഭൂമി, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ മുന്നിലേക്കുണ്ട്. കേരള സർക്കാരിൻ്റെ സഹായത്തോടു കൂടി അവരെയെല്ലാം മുന്നോട്ട് കൊണ്ടുവരണം എന്നുള്ള ഒരു ആഗ്രഹം കൂടിയുണ്ട്. ഇപ്പോഴും ആദിവാസി ജനവിഭാഗങ്ങളടക്കം എന്ത് കാര്യത്തിനും മറ്റുള്ളവരെ ആശ്രയിക്കുന്ന ഒരു അവസ്ഥയിലാണുള്ളത്. അതിൽ നിന്നെല്ലാം അവർ സ്വയം മുന്നോട്ട് വരുന്ന രീതിയിലേക്ക് അവരെ പ്രാപ്തരാക്കണം എന്നതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. അതിനുവേണ്ടി ഏത് സമയത്തും എന്നെ ആർക്കും വേണമെങ്കിലും സമീപിക്കാം. വിശ്വനാഥന്റെ ഈ വലിയ വിജയത്തിൽ ഇന്ന് ഏറെ വികാരധീയനായി നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ പിതാവാണ്. കഷ്ടപ്പാടുകൾക്കിടയിലും മകനെ ഈ നിലയിൽ എത്തിക്കാൻ സാധിച്ചതിലുള്ള അഭിമാനം ആ പിതാവിന്റെ കണ്ണുകളിൽ കാണാം. മകന്റെ ഉയർച്ചയെക്കുറിച്ചും നാടിന്റെ അംഗീകാരത്തെക്കുറിച്ചും പറയുമ്പോൾ തികച്ചും വികാരനിർഭരമായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. എനിക്ക് സന്തോഷമുണ്ട്. നല്ലൊരു കഷ്ടപ്പെട്ടു അങ്ങനെയൊക്കെ ആയി വരാൻ. കുറേ ബുദ്ധിമുട്ടി അങ്ങനെയൊക്കെ ആയി കിട്ടാൻ. മാതാപിതാക്കളും ഭാര്യയും 2 മക്കളും അടങ്ങുന്നതാണ് വിശ്വനാഥന്റെ ലളിതമായ കുടുംബം. ഔദ്യോഗിക പദവികൾക്കിടയിലും തന്റെ പഴയ സുഹൃത്തുക്കളെ വിശ്വനാഥൻ മറന്നില്ല.
സഹപാഠികൾ ഒരുക്കിയ ചടങ്ങിൽ അവരോടൊപ്പം ചേർന്ന് അദ്ദേഹം ആലപിച്ച ഗാനം ഏറെ വൈകാരികമായിരുന്നു. ശാരീരിക അസ്വസ്ഥതകൾക്കിടയിൽ ശബ്ദമടഞ്ഞും ഇടറിയുമാണ് അദ്ദേഹം പാടിയതെങ്കിലും ആ വരികളിലെ വികാരം അവിടെ കൂടിയവരുടെ ഉള്ളുലയ്ക്കുന്നതായിരുന്നു. പാർശ്വവൽക്കരിക്കപ്പെട്ട തൻ്റെ ജനതയെക്കുറിച്ച്, ആദിവാസികളുടെ അതിജീവനത്തെക്കുറിച്ച് അദ്ദേഹം പാടിയപ്പോൾ അതൊരു നാടിൻ്റെ തന്നെ വേദനയായി മാറി. മുറഴകില്ലേലും എങ്ങള് നേരറിവുള്ളോരാ, നീനി കറുത്താലും എങ്ങള് ഉള്ളു വെളുത്തിട്ടാ, വിത്തു വിതച്ചോരാ വിളവിനു കാവലിരുന്നോരാ, വിത്തു വിതച്ചോരാ വിളവിനു കാവലിരുന്നോരാ, കറ്റമെതിച്ചോരാ ഒരു പിടി വട്ടു കൊതിച്ചോരാ, കറ്റമെതിച്ചോരാ ഒരു പിടി വട്ടു കൊതിച്ചോരാ. ഭരണത്തിന്റെ ഗൗരവവും സാധാരണക്കാരന്റെ കരുതലും ഒരുപോലെ കൈമുതലാക്കിയ പി വിശ്വനാഥൻ കൽപ്പറ്റയ്ക്ക് പുതിയൊരു ദിശാബോധം നൽകുകയാണ്. വികസനത്തിന്റെ പുതിയ പാതകൾ അദ്ദേഹം വെട്ടിത്തുറക്കുമെന്ന് ഓരോ പൗരനും പ്രതീക്ഷിക്കുന്നു. അടിസ്ഥാന വർഗത്തിന്റെ അവകാശ പോരാട്ടങ്ങൾക്ക് കരുത്തു പകരുന്നതാണ് വിശ്വനാഥന്റെ ഈ പുതിയ പദവി. കൽപ്പറ്റ നഗരസഭയുടെ വികസനത്തോടൊപ്പം തന്നെ തൻ്റെ ജനതയുടെ ഉന്നമനം കൂടി ലക്ഷ്യമിട്ടാണ് വിശ്വനാഥന്റെ പ്രവർത്തനം. കൽപ്പറ്റയിൽ നിന്നും ജയരാജ് ബത്തേരി, ന്യൂസ് 18 വയനാട്. പട്ടാമ്പിക്ക് ഉത്സവ ദിനങ്ങൾ സമ്മാനിച്ച് കൈത്തളി തിരുവാതിര മഹോത്സവത്തിന് തുടക്കം. ഭാഗവത സപ്താഹവും ഇതോടൊപ്പം നടക്കുന്നുണ്ട്. ആഘോഷത്തിന്റെ ഭാഗമായി എല്ലാ ദിവസവും വേദിയിലിറങ്ങേറുന്ന കലാപരിപാടികൾ ആസ്വദിക്കാൻ നിരവധി ആളുകൾ എത്തുന്നുണ്ട്. ഭക്തിയും ആഘോഷവും നാട്ടിൽ ആറാടിച്ചാണ് പട്ടാമ്പി നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന കൈത്തളി മഹാദേവ ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങായ തിരുവാതിര മഹോത്സവത്തിന് തുടക്കമായത്. ഇതോടൊപ്പം ഭാഗവത സപ്താഹ യജ്ഞവും നടന്നു വരുന്നുണ്ട്. ഡിസംബർ 26 മുതൽ ജനുവരി 2 വരെയുള്ള ദിവസങ്ങളിലാണ് തിരുവാതിര മഹോത്സവം നടക്കുന്നത്. ഞാങ്ങാട്ടേരി മഹർഷി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ഗീതാ പാരായണത്തോടെയാണ് ഉത്സവം ആരംഭം കുറിച്ചത്. തിരുവാതിര മഹോത്സവത്തിന്റെ ഉദ്ഘാടനം ചലച്ചിത്ര താരം ഡോക്ടർ ഗോപിക നിർവഹിച്ചു. വിവിധ ദിവസങ്ങളിലായി വേദിയിൽ കുട്ടിത്തായമ്പക, സംഗീത കച്ചേരി, മധുരമുരളി, കുച്ചിപ്പുടി എന്നിവ നടക്കും. തിരുവാതിര ദിവസം കൈത്തളി നൃത്ത സംഗീതോത്സവവും വൈകുന്നേരം പടയണിയും അരങ്ങേറും. ന്യൂസ് 18 പട്ടാമ്പി. ജയിച്ചാലും തോറ്റാലും കുട്ടികൾക്ക് ഫുട്ബോൾ വാങ്ങി നൽകുമെന്ന വാക്ക് പാലിച്ച് സ്ഥാനാർത്ഥി. പാലക്കാട് കപ്പൂർ പഞ്ചായത്ത് LDF സ്ഥാനാർത്ഥി P. ശിവനാണ് ഈ താരം. ഗോളടിച്ചാൽ വോട്ട് തരണമെന്ന് കുട്ടികൾ രക്ഷിതാക്കളോട് പറയണമെന്ന് സ്ഥാനാർത്ഥി പന്തയം വെച്ചതും ഒടുവിൽ ഗോൾ അടിച്ചതും സമൂഹ മാധ്യമങ്ങളിൽ ഏറെ വൈറലായിരുന്നു. അതായത് ബോൾ കയറ്റിയാൽ നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൽ നിന്ന് അമ്മമാരുടെയും വോട്ട് മേടിക്കണം. പുറത്ത് പോയാൽ പിന്നെ അച്ഛന്മാരുടെ മാത്രം മേടിച്ചാൽ മതി. പന്തൊക്കെ നമുക്ക് മേടിച്ചാൽ 11 ദിവസം ഞങ്ങൾ. തിരഞ്ഞെടുപ്പിൽ തോൽവി നേരിട്ടു, എന്നാൽ സ്ഥാനാർത്ഥി വാക്ക് പാലിച്ചു. ഗോളടിച്ചാൽ രക്ഷിതാക്കളുടെ വോട്ട് തനിക്ക് നൽകാൻ ആവശ്യപ്പെടണമെന്നും തുടർന്ന് സ്ഥാനാർത്ഥി ഗോളടിച്ചതുമാണ് പ്രചരണ സമയത്ത് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത്. കപ്പൂർ പഞ്ചായത്തിലെ 11ാം വാർഡ് LDF സ്ഥാനാർത്ഥിയായാണ് P. ശിവൻ മത്സരിച്ചത്. തിരഞ്ഞെടുപ്പിൽ എന്നാൽ പരാജയപ്പെട്ടു. ജയിച്ചാലും തോറ്റാലും കുട്ടികൾക്ക് കളിക്കാൻ ആവശ്യമായ പന്ത് വാങ്ങി നൽകുമെന്നായിരുന്നു P. ശിവന്റെ വാക്ക്. ഈ ഉറപ്പാണ് കഴിഞ്ഞ ദിവസം പാലിക്കപ്പെട്ടത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷാണ് കുട്ടികൾക്ക് പന്ത് കൈമാറിയത്. നന്നായി പഠിക്കണം, ഒപ്പം ലഹരി പോലെയുള്ള വിപത്തുകളിൽ അകപ്പെടാതെ കായികക്ഷമതയുള്ള തലമുറയായി വളർന്നു വരണമെന്നും പറഞ്ഞാണ് മന്ത്രി മടങ്ങിയത്. ന്യൂസ് 18 പാലക്കാട്. അടിമാലി ഗ്രാമപഞ്ചായത്തിലെ ആദിവാസി ഉന്നതികളിൽ വീണ്ടും പരമ്പരാഗത കാർഷികോൽപ്പന്നങ്ങൾ നിരന്നുകഴിഞ്ഞു. കുഞ്ചിപ്പെട്ടി, കട്ടമുടി എന്നിവിടങ്ങളിലാണ് ഗോത്ര സമുദായത്തിന്റെ തനത് കൃഷികൾ കൊണ്ട് സമൃദ്ധി നേടിയത്. റാഗിയും തെനയും ചാമയും ഉൾപ്പെടെയുള്ള കൃഷികളാണ് ഉന്നതിയിലെ ഗോത്രവിഭാഗങ്ങൾ കാലങ്ങൾക്ക് ശേഷം ഇറക്കുന്നത്. പരമ്പരാഗത കൃഷികളിലേക്ക് ഒരിക്കൽ കൂടി നടന്നെടുക്കുകയാണ് ഇടുക്കി അടിമാലിയിലെ കട്ടമുടി, കുഞ്ചിപ്പെട്ടി ഉന്നതിയിലെ ഗോത്രജന വിഭാഗങ്ങൾ. നഷ്ടപ്പെട്ടുപോയ കാർഷിക സംസ്കൃതി തിരികെ പിടിക്കാനുള്ള ശ്രമത്തിലാണ് ഈ ഉന്നതികളിലെ കുടുംബങ്ങൾ. ഒരു കാലത്ത് ആദിവാസി മേഖലകളുടെ പ്രതാപം വിളിച്ചറിയിച്ചിരുന്ന പരമ്പരാഗത കൃഷികളാണ് കുറുമ്പുല്ലും തെനയും ചാമയുമെല്ലാം. പലയിടത്തും ഇന്നിവയെല്ലാം അന്യം നിന്നു പോയ സാഹചര്യത്തിലാണ്
ഗോത്രജന വിഭാഗങ്ങൾ പരമ്പരാഗത കൃഷിയിലേക്ക് നീങ്ങുന്നത്. ഗോത്രവർക്കാരുടെ നിലനിന്നിരുന്ന ഒരു സംവിധാനമാണ് രാഗി കൃഷി. അത് ഇപ്പോൾ 10-30 വർഷമായിട്ട് നമുക്ക് ഇല്ലാതായിരിക്കുകയും അതിൻ്റെ വിത്ത് ഇനം പോലും കിട്ടാൻ ഇല്ലാതെ പോയിരിക്കുന്ന കാലത്ത് നമുക്ക് ഈ ഇടയായിട്ട് നമുക്ക് കുറച്ച് വിത്ത് കിട്ടുകയും അത് നമുക്കൊരു 4 ഏക്കറിൽ നമുക്കത് കൃഷി അനുയോജ്യമായി മാറ്റാനും പറ്റിയിട്ടുണ്ട്. ഇവിടെ ഇപ്പം നമുക്ക് ട്രൈബൽ മുഖേന നമുക്ക് കിട്ടിയേക്കുന്ന ടില്ലർ, കാടുവെട്ട് മെഷീൻ, പമ്പ് സെറ്റ്, അതുപോലെ കൊയ്ത്ത് യന്ത്രം ഇതൊക്കെ കിട്ടി നമുക്ക് ട്രൈബൽ മുഖേന കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊയ്യാറായി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അത് ഒരുപാട് മൂത്ത് നിൽക്കുന്നതൊക്കെ ഞങ്ങളിപ്പോൾ കൊയ്തുകൊണ്ടിരിക്കുക. ബാക്കി അടുത്ത ആഴ്ചത്തേക്ക് MLAയും MP ഒക്കെ വന്ന് നമുക്ക് ആ ജനപ്രതിനിധികൾ വന്ന് ഉദ്ഘാടനം നടത്തി നമ്മൾ കൊയ്ത്തോത്സവം ഒക്കെ വെക്കാൻ വേണ്ടി തീരുമാനിച്ചേക്കുക. കാടിനുള്ളിലെ തുറസായ സ്ഥലം കണ്ടെത്തി നെല്ല്, കുറുമ്പുല്ല്, തെന, ചാമ, ചോളം, റാഗി എന്നീ ധാന്യങ്ങളാണ് ആദിവാസി ജനത മുമ്പ് കൃഷി ചെയ്തിരുന്നത്. ജീവിതഗതിയിൽ മാറ്റമുണ്ടായതോടെ പ്രാചീന കൃഷിരീതികളിൽ നിന്നും ആദിവാസി ജനത ഏറെ കടന്നുപോയിരിക്കുന്നു. ഇടമലക്കുടി പോലുള്ള ഏതാനും ചില ആദിവാസി കേന്ദ്രങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ കുറുമ്പുല്ലും റാഗിയും പോലുള്ള കൃഷികൾ അവശേഷിക്കുന്നത്. അന്യം നിന്നു പോകുന്ന പരമ്പരാഗത കാർഷിക വിളകളെ ഉന്നതിയിലേക്ക് വീണ്ടും തിരികെ കൊണ്ടുവരാനുള്ള ശ്രമം വിജയം കണ്ടതിന്റെ സന്തോഷത്തിലാണ് കുഞ്ചിപ്പെട്ടിയിലെയും കട്ടമുടിയിലെയും ഗോത്രവിഭാഗങ്ങൾ. ജനപ്രതിനിധികളെ ഉൾപ്പെടുത്തി കൃഷി വിളവെടുപ്പുത്സവം സംഘടിപ്പിക്കുമെന്നും ഉന്നതിയിലെ കുടുംബങ്ങൾ വ്യക്തമാക്കി. ന്യൂസ് 18 മൂന്നാർ. ഇടവേള. Today the world changes at every fraction of a second. തീരുമാനങ്ങൾ, സംഭവങ്ങൾ, അതിവേഗ മാറ്റങ്ങൾ, പ്രതിസന്ധികൾ, ഉയർന്ന ശബ്ദങ്ങൾ. In a world moving this fast, staying still is not an option. Just ഒരു half an hour ലോകം ചുറ്റാൻ പറ്റും. Maybe possible in future. ഇതിപ്പോ ഇത്ര സിമ്പിൾ ആയിട്ട് പറയാൻ ഞാൻ ഇലോൺ മസ്ക് ഒന്നല്ലല്ലോ. But I can offer something good. തൃശൂർ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസ് അംഗങ്ങൾ കൂറുമാറിയതിനെ തുടർന്ന് രാഷ്ട്രീയ വിവാദം അത് നേരത്തെ ചർച്ച ചെയ്താണ്. അത് ഇപ്പോൾ ഒരു വലിയ തരത്തിലേക്ക് മാറുന്ന പശ്ചാത്തലമുണ്ട്. ഒറ്റച്ചാട്ടത്തിന് BJPയിൽ എത്താൻ തക്കം പാർത്തിരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ കഴിഞ്ഞ ദിവസത്തെ വിമർശനം. പാർട്ടി നിർദ്ദേശം ലംഘിച്ച് എന്നു കരുതി അവരാരും BJPയിൽ പോയിട്ടില്ലെന്നും BJPയിൽ പോകണമെന്നത് മുഖ്യമന്ത്രിയുടെ ആഗ്രഹം മാത്രമാണെന്നുമായിരുന്നു പ്രതിപക്ഷ നേതാവിൻ്റെ മറുപടി. കോൺഗ്രസ് 8, കോൺഗ്രസ് വിമതർ 2, LDF 10, BJP 4 എന്നതായിരുന്നു തൃശൂർ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ കക്ഷിനില. BJP പിന്തുണ വാങ്ങി ഭരണം നേടില്ലെന്ന CPM കോൺഗ്രസ് നിലപാട് അനുസരിച്ചാണെങ്കിൽ കോൺഗ്രസ് വിമതർ കോൺഗ്രസിനൊപ്പം ചേർന്നാൽ ഇരുപക്ഷത്തും 10 വീതം അംഗങ്ങൾ. കോൺഗ്രസ് വിമതൻ KR ഔസേപ്പിന് ഇടതുമുന്നണി പിന്തുണ നൽകിയതോടെ 8 കോൺഗ്രസ് അംഗങ്ങളും രാജിക്കത്ത് നൽകി BJPയുമായി ധാരണയിൽ കോൺഗ്രസ് വിമതയായി ജയിച്ച ടെസി ജോസ് കല്ലറക്കലിനെ പിന്തുണച്ചു. കൈപ്പത്തി ചിഹ്നത്തിൽ വിജയിച്ച 8 അംഗങ്ങളുടെയും 3 BJP അംഗങ്ങളുടെയും വോട്ട് നേടി ടെസി ജയിച്ചു. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും BJP പിന്തുണയിൽ കൈപ്പത്തി ചിഹ്നത്തിൽ ജയിച്ച PU നൂർജഹാൻ ജയിച്ചു. പാർട്ടി തീരുമാനം ലംഘിച്ച് BJP പിന്തുണ തേടിയ 8 അംഗങ്ങളെയും ഈ നീക്കത്തിന് നേതൃത്വം നൽകിയ 2 ഭാരവാഹികളെയും കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി. ഒറ്റച്ചാട്ടത്തിന് BJPയിലെത്താൻ തക്കം പാർത്തിരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്നതിന്റെ തെളിവാണ് മറ്റത്തൂർ എന്ന് FB കുറിപ്പിൽ മുഖ്യമന്ത്രി കോൺഗ്രസിനെ പരിഹസിച്ചു. എന്നാൽ അവർ BJPയിൽ പോകണമെന്നത് മുഖ്യമന്ത്രിയുടെ ആഗ്രഹമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. അത് പാർട്ടി തീരുമാനത്തെ ലംഘിച്ചാണ് അവർ ചെയ്തത്. അല്ലാതെ അവരാരും BJPയിലൊന്നും പോയിട്ടില്ല. നരേന്ദ്രമോദി എവിടെ ഒപ്പിടാൻ പറഞ്ഞാലും ഒപ്പിട്ട് കൊടുക്കുന്ന ആളാണ് മുഖ്യമന്ത്രി. എന്നിട്ട് ഈ പഞ്ചായത്തിലുണ്ടായ കാര്യത്തിൽ കോൺഗ്രസിനെ പരിഹസിക്കാൻ വരിക. ഒരു വിമതനെ തട്ടിയെടുത്ത് ഭരണം പിടിക്കാനുള്ള CPM ചതിക്ക് മറുചതിയായാണ് തങ്ങൾ ചെയ്തതെന്നും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ നടപടി പിൻവലിച്ചാൽ വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാമെന്നും വിമതർ പറഞ്ഞു. പച്ച നുണയാണ് അദ്ദേഹം പറഞ്ഞത്. പച്ച നുണയാണ്. കാരണം അങ്ങനെ ഒരു വിപ്പേ നൽകിയിട്ടില്ല. അല്ലെങ്കിൽ DCC പ്രസിഡന്റ് KR ഔസേപ്പിന്റെ പേരിലോ ടെസി ജോസിന്റെ പേരിലോ നടപടി എടുത്തിട്ടില്ല. ഞങ്ങൾ മുന്നണി ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ എങ്ങനെ
BJP പിന്തുണയിൽ കോൺഗ്രസ് അംഗങ്ങൾ ഭരണം നേടിയതിനെ CPM ആയുധമാക്കുമ്പോൾ പ്രശ്നപരിഹാരത്തിന് വഴി തേടുകയാണ് കോൺഗ്രസ്. ന്യൂസ് 18 തിരുവനന്തപുരം. വിയൂരിൽ നിന്ന് രക്ഷപ്പെട്ട കൊടും ക്രിമിനൽ ബാലമുരുകൻ പിടിയിൽ. ട്രിച്ചിയിൽ നിന്നാണ് പോലീസ് ഇയാളെ പിടിച്ചത്. പ്രതിയെ തെങ്കാശി കോടതിയിൽ ഹാജരാക്കി. നവംബർ 3-നാണ് ബാലമുരുകൻ തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ രക്ഷപ്പെട്ടത്. 5 കൊലക്കേസ് ഉൾപ്പെടെ 53 കേസുകളിലെ പ്രതിയാണ് ഇയാൾ. ഡാനി ഇപ്പോൾ വിവരങ്ങൾ പങ്കുവെക്കുക. ഡാനി, കൊടും ക്രിമിനലാണ് ഇയാളിപ്പോൾ രക്ഷപ്പെട്ട ആളെ എങ്ങനെയാണ് പിടിച്ചത്? അയാളുമായി ബന്ധപ്പെട്ട് വ്യാപകമായ തെരച്ചിൽ നടക്കുകയായിരുന്നല്ലോ. രഞ്ജിത്ത്, തെങ്കാശിയിലാണ് ഇപ്പോൾ വാഹന പരിശോധനയ്ക്കിടയിൽ ബാലമുരുകൻ പിടിയിലായത് സ്ഥിരീകരിച്ചിട്ടുള്ളത്. തെങ്കാശി ഊത്തുമലയിൽ വാഹന പരിശോധനയ്ക്കിടയിൽ ഇയാൾ പിടിയിലാവുകയായിരുന്നു. നിലവിൽ ഇപ്പോൾ തമിഴ്നാട് കോടതിയിൽ കോടതിയിലേക്ക് ഹാജരാക്കി ഇയാളെ റിമാൻഡ് ചെയ്യുന്നുണ്ട്. കാരണം ഇനിയിപ്പോൾ വിയ്യൂർ പോലീസ് കേസിൽ തുടർ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. ജയിൽ ചാട്ടത്തിന് വിയ്യൂർ പോലീസ് കേസെടുക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വിയ്യൂർ പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ച് ഇവിടേക്ക് തൃശ്ശൂരിലേക്ക് കൊണ്ടുവരണം. കൊലപാതകമടക്കം 53 കേസുകളിലാണ് ഇയാൾ പ്രതിയാണ്. നവംബർ 3-നാണ് വിയ്യൂർ ജയിലിൽ മുന്നിൽ നിന്നും ഇയാൾ രക്ഷപ്പെട്ടത്. അന്ന് തന്നെ തമിഴ്നാട് പോലീസിന്റെ ഒരു സഹായത്തോടുകൂടിയാണ് ഇയാൾ രക്ഷപ്പെട്ടതെന്ന ഒരു ആരോപണം ഉയർന്നിരുന്നു. തമിഴ്നാട് പോലീസിന്റെ പിന്നീട് വന്ന CCTV ദൃശ്യങ്ങളിൽ വിലങ്ങില്ലാതെ തന്നെ ഇയാളെ സ്വതന്ത്രനായി അവർക്കൊപ്പം കൊണ്ടു നടക്കുകയും ഒപ്പം തന്നെ ഭക്ഷണം കഴിക്കാൻ കയറിയ ഹോട്ടലിൽ നിന്ന് ഇയാൾ പിന്നീട് അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. പക്ഷെ മണിക്കൂറുകൾക്ക് ശേഷമാണ് പിന്നെ ഇയാൾ ഈ പോലീസിൽ നിന്ന് രക്ഷപ്പെട്ട വിവരം പോലീസിനെ കേരള പോലീസിനടക്കം അറിയിക്കുകയും ചെയ്തു. അപ്പോഴേക്കും ഇയാൾ രക്ഷപ്പെട്ടിരുന്നു. പിന്നീട് ശക്തമായ രീതിയിൽ തന്നെ പരിശോധനകളടക്കം നടന്നിരുന്നു. പക്ഷെ ഇയാളെ കണ്ടെത്താനായിട്ട് കഴിഞ്ഞില്ല. പോലീസിന്റെ കണ്ണു വെട്ടിച്ച് ഇയാൾ ഇവിടുന്ന് ബൈക്ക് മോഷ്ടിച്ച് കടന്നു എന്നതാണ് കണക്കാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ കേസിൽ തുടർ നടപടികളിലേക്ക് നീങ്ങുകയാണ്. വൈകാതെ തന്നെ വിയ്യൂരിലേക്ക് ഇവിടെ നിന്ന് പോലീസ് സംഘത്തിന് കൈമാറുമെന്നാണ് മനസ്സിലാക്കുന്നത്. തമിഴ്നാട് പോലീസിന്റെ സഹായം ഉണ്ടായിരുന്നു. കേരള പോലീസ് വ്യാപകമായ അന്വേഷണം നടത്തുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. ട്രിച്ചിയിൽ ഇയാൾ എത്തപ്പെടാനുള്ള സാഹചര്യം എന്തായിരുന്നു? ഇയാൾക്ക് അത്തരം ട്രിച്ചിയുമായി ഒരുപക്ഷെ സ്വാഭാവികമായി ബന്ധമുണ്ടാകും. ആരുടെയെങ്കിലുമൊക്കെ സഹായം ഇയാൾക്ക് ലഭിച്ചിരുന്നോ? മറ്റു വിവരങ്ങൾ അത്തരത്തിൽ ലഭ്യമാകുന്നുണ്ടോ ഡാനി? സ്വാഭാവികമായും ഇയാൾക്ക് മറ്റു സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നൊരു അനുമാനത്തിലാണ് പോലീസ് ഉള്ളത്. കാരണം ഇയാൾക്ക് വലിയ രീതിയിലുള്ള ബന്ധങ്ങൾ, സൗഹൃദങ്ങൾ, അത് ക്രിമിനൽ പശ്ചാത്തലമുള്ള ബന്ധങ്ങളെല്ലാം തന്നെ തമിഴ്നാട്ടിലുണ്ട്. അതുകൊണ്ട് ഇതിനു മുൻപ് ഇയാൾ രക്ഷപ്പെടുമ്പോൾ പോലീസിന്റെ അന്വേഷണം ചെന്നതും തമിഴ്നാട് തന്നെയായിരുന്നു. കാരണം ഇയാളെന്ന ഭാര്യയെ വിളിച്ചിരുന്നു, ഒപ്പം തന്നെ സഹോദരനെയും വിളിച്ചിരുന്നു. ഇയാൾ മോഷ്ടിച്ച ബൈക്ക് പിന്നീട് സഹോദരനെ കൈമാറുകയായിരുന്നു. അപ്പോൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് തമിഴ്നാടിന്റെ സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കമുള്ള സംവിധാനങ്ങൾ ഇയാളുടെ ബന്ധുക്കളെ അടക്കം നിരീക്ഷിച്ചു വരികയായിരുന്നു. ഏതെങ്കിലും രീതിയിൽ ഇവരുമായി ബന്ധപ്പെടുന്നുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ നിരീക്ഷിച്ചു വരികയായിരുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അത്തരം പരിശോധനകൾ നടന്നു വരികയായിരുന്നു. പ്രത്യേകിച്ച് ഈ സംഭവം തമിഴ്നാട് പോലീസിനും വലിയ രീതിയിൽ അവമതിപ്പുണ്ടാക്കിയിരുന്നു. അപ്പോൾ തമിഴ്നാട് പോലീസാണ് ഇപ്പോൾ ഈ നീക്കങ്ങളെല്ലാം തന്നെ നടത്തിയിരിക്കുന്നത്. അവരുടെ നീക്കത്തിന്റെ ഫലമായാണ് ഇപ്പോൾ പിടിയിലായിരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ സഹായങ്ങൾ നൽകിയവർ ഒരു നിരവധി പേരുണ്ട്. ഇയാൾക്ക് ക്രിമിനൽ പശ്ചാത്തലമുള്ള പലരും തന്നെ ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള വിവരങ്ങൾ കൂടി സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ സഹായത്താൽ തന്നെയാണ് സമാനമായ രീതിയിൽ തന്നെ ബൈക്ക് അടക്കമുള്ള മോഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന രീതിയാണ് ഇയാൾ പതിവായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അന്ന് തന്നെ പോലീസ് പറഞ്ഞിരുന്നു, ഈ രീതിയിൽ തന്നെയാവും ഇവിടെ നിന്ന് രക്ഷപ്പെടുക, ഇത് തന്നെയാണ് ഇയാൾ പിന്നീട് നാട്ടിലേക്ക് എത്തുകയും പിന്നീട് ബൈക്കിൽ കറങ്ങുക എന്നതാണ്, മോഷ്ടിച്ചെടുത്ത ബൈക്കിൽ പിന്നീട് മുന്നോട്ട് പോകുക എന്നാണ്. അത്തരം പരിശോധനയ്ക്കിടയിൽ തന്നെയാണ് ഇയാൾ പിടിയിലാകുന്നത്. ഈ കൃത്യമായി ഈ ഭാഗത്ത് പോലീസ് നിരീക്ഷണം ഒരുക്കുകയും അതിനുശേഷം ഇയാളുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും എല്ലാം നിരീക്ഷിച്ചതിന് ശേഷമാണ് ഇയാൾ എവിടെയുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നത്. ഇതിനുശേഷമാണ് പോലീസ് പരിശോധനയ്ക്കിടെ ഇയാളെ പിടികൂടുകയും ചെയ്തിരിക്കുന്നത്. രഞ്ജിത്ത, അതാണ് സാഹചര്യം. കുപ്രസിദ്ധ കുറ്റവാളി വിയൂരിൽ നിന്ന് രക്ഷപ്പെട്ട കൊടും ക്രിമിനൽ ബാലമുരുകനൊടുവിൽ പിടിയിലായിരിക്കുന്നു. ട്രിച്ചിയിൽ നിന്നാണ് ഇയാളെ പിടികൂടിയിരിക്കുന്നത്. 5 കൊലക്കേസുകൾ ഉൾപ്പെടെ 53 കേസുകളിൽ പ്രതിയാണ് ബാലമുരുകൻ എന്നതുകൂടി ഓർക്കുമ്പോഴാണ് ഇയാളുടെ ക്രിമിനൽ സ്വഭാവം എത്രത്തോളമുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. ഡാനി പോലാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്നത് ഇയാളെ പിടികൂടി കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ്. തമിഴ്നാട് പോലീസിൻ്റെയും കേരള പോലീസിൻ്റെയും സംയുക്ത ഓപ്പറേഷൻ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നുവെന്നാണ് മനസ്സിലാക്കേണ്ടത്. ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ഇതാണ് കൊടും ക്രിമിനലായ ബാലമുരുകൻ. ഇയാൾ വിയൂരിൽ നിന്നാണ് ജയിൽ ചാടിയത്. തുടർന്ന് ഇയാളെ ഇപ്പോൾ പിടികൂടിയത് ട്രിച്ചിയിൽ നിന്നും.
വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.